ദ ലോർഡ്. ഗോഡ് ഈസ് ലോ ഓൺലൈൻ ഇന്റർനാഷണൽ ഫെലോഷിപ്പിന്റെ 107ാമത്തെ ഓൺലൈൻ ഫെലോഷിപ്പിലേക്ക് കടന്നു വന്നിട്ടുള്ള ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിലുള്ള ദൈവദാസിദാസന്മാർ ദൈവമക്കൾ ഓൺലൈനിലൂടെ ഞാൻ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർ എല്ലാവർക്കും ക്രിസ്തു യേശുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഇന്നത്തെ നമ്മുടെ ക്ഷണം ചെയ്യാൻ നമ്മുടെ ദൈവം സൃഷ്ടിക്കാൻ കടന്നിട്ടുള്ളത് പാസ്റ്റർ ബ്ലസ്സൻ ജോൺ എബ്രഹാമാണ്. പ്രിയ ദേവദാസനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയ ദേവദാസൻ കടന്നു വന്നിട്ടുള്ള ജർമ്മനിയിൽ നിന്നുമാണ്. നാട്ടിൽ പത്തനാപുരമാണ് പ്രിയ ദേവദാസന്റെ സ്വദേശം. ജർമ്മനിയിലുള്ള ജീസസ് ബ്ലെസ്സിംഗ് ഇന്റർനാഷണൽ ചർച്ച് എന്നറിയപ്പെടുന്ന ദൈവസഭയുടെ ശുശ്രൂഷകനാണ്. ഞങ്ങളുടെ എളിയ ക്ഷണം സ്വീകരിച്ച് വന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്. അനേക സൂം പ്ലാറ്റ്ഫോമിലും അനേക വേദികളിലും കർത്താവിന്റെ ആയത്തിന് വേണ്ടി അതിശക്തമായി പ്രയോജനപ്പെട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ ദേവദാസനെ ഈ പ്ലാറ്റ്ഫോമിലേക്ക് വളരെ സ്നേഹത്തോടുകൂടി ഇൻവൈറ്റ് ചെയ്യുന്ന ഇന്നത്തെ ദൈവവചന സന്ദേശം ഓൺലൈനിലൂടെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവർക്കും സൂം പ്ലാറ്റ്ഫോമിലൂടെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവർക്കും ഒരുപോലെ അനുഗ്രഹമായി തീർന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പ്രിയ ദേവദാസനെ ശുശ്രൂഷയ്ക്കായി ക്ഷണിച്ചുകൊള്ളുന്നു. കർത്താവിന്റെ പരിശുദ്ധ നാമത്തിന് സ്തോത്രം. ആമേൻ. ഞാന് കണ്ടപ്പോൾ ഒരു വർഷത്തിന് മുമ്പ് ആണെന്ന് തോന്നുന്നു ഈ മീറ്റിങ്ങില് കടന്നു വന്ന് ശുശ്രൂഷിക്കാൻ ദൈവം അവസരം തന്നു. ഈ മീറ്റിങ്ങിന്റെ പ്രാരംഭ കാലഘട്ടം മുതൽ ആമേൻ ഗോഡ് ഈസ് ലവ് എന്ന ഈ കൂട്ടായ്മയില് ആമേൻ പ്രാരംഭകാലം തൊട്ടേ ആമേൻ എനിക്ക് ഈ സിജി ഡെന്നി കുടുംബത്തെ നന്നായി പരിചയമുണ്ട്. പ്രിയ മാതാവിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. അവരിൽ കൂടെ ചെയ്യുന്ന വലിയ ദൈവിക പ്രവൃത്തികൾക്കായി കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഞാൻ വെറുതെ ഇങ്ങനെ യൂട്യൂബിൽ കൂടെ ഒക്കെ നോക്കിയപ്പോ എന്തുമാത്രം സബ്സ്ക്രൈബേഴ്സ് ഒക്കെ അവർക്ക് കിട്ടി, ആ ഒരു ലെവലിൽ അവരെ ഉയർത്തിക്കൊണ്ടുവരുന്നത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അനേക പ്രിയപ്പെട്ടവര് ദൈവ ശബ്ദം കേൾക്കുകയും കർത്താവിനെ മഹത്വപ്പെടുത്തുകയും ചെയ്യാൻ, ആശ്വാസം കണ്ടെത്താൻ ഒക്കെ ഒരു വഴി തൻ്റെ മക്കളിൽ കൂടെ ദൈവം ഒരുക്കുന്നു. ആമേൻ. സ്തോത്രം. വചനം പറയുന്നത് എളിയവനെ പൊടിയിൽ നിന്നും ദരിദ്രനെ കുപ്പയിൽ നിന്നും ഉയർത്തി പ്രഭുക്കന്മാരോടുകൂടെ ഇരുത്തി മാനിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. ആമേൻ. ആരൊക്കെ ദൈവസന്നിധിയിൽ പൂർണ്ണമായി സമർപ്പിച്ചു കൊടുത്തിട്ടുണ്ടോ അവരെ എല്ലാം കർത്താവ് തൻ്റെ കരങ്ങളിൽ എടുത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. സ്തോത്രം. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. യേശുവിന്റെ കയ്യിൽ 5 അപ്പവും 2 മീനും കൊടുത്തെങ്കിൽ അത് യേശുവിന്റെ കയ്യിൽ വെറുതെ ഇരിക്കത്തില്ല. വാഴ്ത്തും, നുറുക്കും, അനുഗ്രഹിക്കും. അത് ജനത്തിന് 5000 പുരുഷന്മാരും അവരുടെ സ്ത്രീകളും അവരുടെ കുഞ്ഞുങ്ങളും ഭക്ഷണം കഴിച്ച് ശേഷിപ്പിച്ച് 12 കൊട്ട ആമേൻ ശേഷിക്കുന്ന തലത്തിലേക്ക് ദൈവം മാറ്റും. അതാണ് ദൈവത്തിന്റെ പ്രവൃത്തി. ഈ കുടുംബത്തെ വീണ്ടും കർത്താവ് ശക്തമായി അനേക കാര്യങ്ങൾ ദൈവരാജ്യത്തിൽ ചെയ്യുവാൻ വീണ്ടും ഉപയോഗിക്കട്ടെ. സ്തോത്രം. ഓരോ വർഷങ്ങളിലും ഈ മീറ്റിങ്ങിലേക്ക് വരുമ്പോൾ ആമേൻ അതിൻ്റെതായിട്ടുള്ള ഉയർച്ചകളും മാന്യതകളും കാണുന്നുണ്ട്. വീണ്ടും ഇതിനെ കർത്താവ് അനുഗ്രഹിച്ച് മാനിക്കട്ടെ. നിങ്ങളുടെ പ്രയത്നങ്ങൾ കർത്താവിൽ വ്യർത്ഥമല്ല എന്നറിഞ്ഞുകൊണ്ട് കർത്താവിന്റെ വേലയിൽ ശക്തിയോടെ പ്രയോജനപ്പെടാൻ വീണ്ടും കർത്താവ് അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. ഈ അനുഗ്രഹിക്കപ്പെട്ട കൂട്ടായ്മയിൽ ഒരിക്കൽ കൂടെ എന്നെ ക്ഷണിച്ചതിൽ നന്ദി പറയുന്നു. വേഗത്തിൽ നമുക്ക് ദൈവവചനത്തിന്റെ ആഴമായ ചില ദൂതുകളെ ഒരുമിച്ച് ധ്യാനിച്ച് പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവ് എനിക്ക് ആമേൻ ഒത്തിരി പ്രേരണ തരുന്ന തിരുവചനം ആമേൻ യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനം 1-ാമത്തെ അധ്യായം 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ ആമേൻ പരിശുദ്ധാത്മാവ് ഈ ദിവസങ്ങളിൽ ശക്തമായ ചില വെളിപ്പാടുകൾ, വചനത്തിന്റെ വെളിപ്പാടുകൾ എനിക്ക് കൈമാറിക്കൊണ്ടിരിക്കുന്നു. അത് നമ്മൾ ഒരുമിച്ച് ഇന്ന് ധ്യാനിക്കുവാൻ വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവപാദപീഠത്തിലായിരിക്കാം. പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ ആമേൻ യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനം 1-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യം വായിക്കുന്നു. ആദി മുതലുള്ളതും ഞങ്ങൾ കേട്ടതും സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും ഞങ്ങൾ നോക്കിയതും ഞങ്ങളുടെ കൈ തൊട്ടതും ആയ ജീവന്റെ വചനം സംബന്ധിച്ച് ഇന്ന് ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ആമേൻ ദൈവവചനത്തിന്റെ തലക്കെട്ട് ആമേൻ ദൈവവുമായിട്ടുള്ളൊരു അഭേദ്യ ബന്ധത്തിലേക്ക് ദൈവജനം മടങ്ങി വരണം. ഇന്റിമസി വിത്ത് ഗോഡ്. ദൈവവുമായിട്ടൊരു ഇന്റിമസിയിലേക്ക് മടങ്ങി വരണം. അതാണ് ഇന്ന് ആമേൻ അല്പനേരം നമ്മൾ ധ്യാനിക്കാൻ പോകുന്നത്.
പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. പരിശുദ്ധാത്മാവിൽ നമുക്ക് ഒരുമിച്ച് ഏറ്റെടുക്കാം. അനുഗ്രഹിക്കപ്പെട്ട ഗാനങ്ങൾ ആത്മനിറവിൽ പാടി നമ്മെ നയിച്ച കർത്താവിന്റെ ദാസിയോടും പ്രത്യേകം വന്ദനം പറയുന്നു. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഞങ്ങൾ ജർമ്മനിയില് ഫ്രാങ്ക്ഫോർട്ടില് 2022 ഓൺവേർഡ്സ് ഞങ്ങൾ ഇവിടെ ചർച്ച് സ്റ്റാർട്ട് ചെയ്തു. ഈ 22-ാം തീയതി ചൊവ്വാഴ്ച ഞങ്ങള് IPC ചർച്ചുമായിട്ട് കൊളാബറേഷനിൽ വന്നു. UK അയർലൻഡ് റീജിയനുമായി ഞങ്ങള് ജോയിന്റ് ആയി. അന്നേ ദിവസം ചൊവ്വാഴ്ച എന്റെ ഓർഡിനേഷൻ സർവീസ് നടക്കപ്പെടുന്നു. നിങ്ങളുടെ വിലപ്പെട്ട പ്രാർത്ഥന ചോദിക്കുന്നു. 2000-ലാണ് ഞാൻ സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഇറങ്ങിയത്. അന്ന് തൊട്ട് 25 വർഷം യേശുവെ പ്രസംഗിക്കാൻ കിട്ടിയ എല്ലാ സ്ഥലങ്ങളിലും കർത്താവിനെ ഉയർത്താൻ ദൈവം അവസരം തന്നു. ആയിരിക്കുന്നത് കഴിവുകൊണ്ടല്ല, കൃപയാൽ തന്നെയാണ്. നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടെ ആയിരിക്കാം. അധികം വിനയപ്പെടുന്നു. അനുഗ്രഹിക്കപ്പെട്ട അഭിഷിക്ത ദൈവദാസന്മാരുടെ സ്തോത്രം സാന്നിധ്യം ഇന്ന് ഈ മീറ്റിംഗിലുള്ളതിൽ ഞാൻ സന്തോഷം അറിയിക്കുന്നു. എല്ലാ ദൈവമക്കൾക്കായും സ്തോത്രം. കർത്താവ് എല്ലാവരും ആയിരിക്കുന്നിടങ്ങളിൽ കർത്താവ് അനുഗ്രഹിക്കുകയും മാനിക്കുകയും ചെയ്യട്ടെ എന്ന് ഞാൻ ആത്മാവിൽ പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. യോഹന്നാന് ഇങ്ങനെ ഒരു കാര്യം പറയാൻ കാരണം എന്നാ? ദൈവവുമായിട്ടുള്ള ഒരു അഭേദ്യ ബന്ധം ഇല്ലെങ്കിലും നമുക്ക് ഒരു മീറ്റിംഗ് ലീഡ് ചെയ്യാം. ദൈവവുമായിട്ടൊരു അഭേദ്യ ബന്ധമില്ലെങ്കിലും നമുക്ക് പ്രസംഗിക്കാം, ദൈവവചനം പ്രസംഗിക്കാം. ദൈവവുമായിട്ടൊരു അഭേദ്യ ബന്ധം ഇല്ലെങ്കിലും നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റും എല്ലാവരുടെയും മുമ്പിൽ. സ്തോത്രം. ദൈവവുമായിട്ടൊരു അഭേദ്യ ബന്ധമില്ലെങ്കിലും നമുക്ക് വർഷിപ്പ് ലീഡ് ചെയ്യാൻ പറ്റും. ദൈവവുമായിട്ടൊരു അഭേദ്യ ബന്ധമില്ലെങ്കിലും നമുക്ക് ഓഫറിങ് സ്തോത്ര കാഴ്ച ഇടാൻ പറ്റും. സ്തോത്രം. പക്ഷേ നല്ല പവർഫുൾ ആയി മാറണമെങ്കിൽ, നല്ല എഫക്റ്റായി മാറണമെങ്കിൽ, സ്തോത്രം, നല്ല അഭിഷേകത്തോടെയുള്ള ദൈവപ്രവൃത്തി വെളിപ്പെടണമെങ്കിൽ സ്തോത്രം, ഞാന് പ്രസംഗിക്കുകയാണെങ്കിൽ, യേശുവിനെ പ്രസംഗിക്കുകയാണെങ്കിൽ യേശുവുമായിട്ടുള്ള ഒരു അഭേദ്യ ബന്ധം എനിക്കുണ്ടായിരിക്കണം. സ്തോത്രം. എങ്കിൽ മാത്രമേ ആ ഒരു പ്രവൃത്തി വെളിപ്പെടത്തുള്ളൂ. സ്തോത്രം. ഇല്ലെങ്കിൽ വെറും ശബ്ദങ്ങൾ മാത്രമായിരിക്കും. ശബ്ദങ്ങൾ മാത്രമായി അവസാനിക്കാനല്ല, ദൈവ സാന്നിധ്യം അനുഭവിക്കാനാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. സ്തോത്രം. ഇന്ന് അനുഗ്രഹിക്കപ്പെട്ട ഗാനങ്ങൾ പാടി നമ്മൾ ഒരുമിച്ച് ആരാധിച്ചു കൊണ്ടിരിക്കുവായിരുന്നു. സ്തോത്രം. നല്ല പ്രാർത്ഥനകൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ദൈവവചന ശുശ്രൂഷകൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. സ്തോത്രം. നമ്മൾ എന്തുകൊണ്ടാണ് പല കാര്യങ്ങളും മാറ്റിവെച്ച് ദൈവസന്നിധിയിലേക്ക് വന്നത്? ദൈവവുമായിട്ടൊരു അഭേദ്യ ബന്ധത്തിലേക്ക് വരാനാ, ഇന്റിമസിയിലേക്ക് വരാൻ വേണ്ടിയാ നമ്മൾ കർത്താവിന്റെ സന്നിധിയിലേക്ക് ഓടി വന്നിരിക്കുന്നത്. സ്തോത്രം. എങ്ങനെ നമുക്ക് മനസ്സിലാകും ദൈവ സാന്നിധ്യത്തിൽ നിന്ന് ഞാൻ അകന്നുപോയെന്ന് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? സ്തോത്രം. അഭിഷിക്ത ദൈവദാസന്മാരെ പലരെയും ഞാൻ കണ്ടിട്ടുണ്ട്. പലരെയും പരിചയപ്പെടുമ്പോൾ അവൻ എൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്. സ്തോത്രം. പോക്കറ്റ് കാലിയായാലും ഞങ്ങൾക്ക് വിഷമമില്ല. സ്തോത്രം. ഒരാൾ ഞങ്ങളെ പരിഗണിച്ചില്ലെങ്കിലും ഞങ്ങൾക്ക് കുഴപ്പമില്ല. മനുഷ്യരെല്ലാം തള്ളിക്കളഞ്ഞാലും ഞങ്ങൾക്ക് വിഷയമില്ല. പക്ഷെ അഭിഷേകമുള്ള അഭിഷക്തന്മാർ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ദൈവ സാന്നിധ്യം ഞങ്ങളെ വിട്ടുമാറുന്നത് സഹിക്കാൻ പറ്റത്തില്ല. സ്തോത്രം. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? ഹല്ലേലൂയ. സ്തോത്രം. പോക്കറ്റ് കാലിയാ ഞങ്ങൾക്ക് വിഷമമില്ല. കഷ്ടതയുടെ തീച്ചൂളെ കൂടെ കടന്നുപോയാലും ഞങ്ങൾക്കറിയാം ഞങ്ങളെ പൊന്നുപോലെ പുറത്തു കൊണ്ടുവരും. സ്തോത്രം. പക്ഷെ ദൈവ സാന്നിധ്യം ഇല്ലാത്ത ഒരു മിനിറ്റ് ജീവിതത്തിൽ കടന്നു വരുന്നത് ഭയങ്കര അസ്വസ്ഥതപ്പെടുത്തും. ഇറിറ്റേറ്റഡ് ആവും. നമ്മൾ ഓടി ദൈവസന്നിധിയിലേക്ക് പോയി, കർത്താവേ അങ്ങയുടെ സാന്നിധ്യം തരണമേ, അങ്ങയുടെ സന്നിധിയിലേക്ക് ഞങ്ങൾ അടുത്തു വരുന്നു, മടങ്ങി വരുന്നു, അങ്ങയുടെ പ്രസൻസ് വേണം എന്ന് പറഞ്ഞോണ്ട് ദൈവ സാന്നിധ്യത്തിലേക്ക് ഓടിച്ചെല്ലുന്ന ഒരു അനുഭവം അഭിഷിക്ത ദൈവദാസന്മാര് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. നമുക്ക് ഒരുമിച്ച് അങ്ങനെയുള്ള അനുഭവങ്ങൾ ഉള്ളതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എങ്ങനെ കർത്താവുമായിട്ടുള്ള ഒരു അഭേദ്യ ബന്ധത്തിലേക്ക് വരണം? മറ്റെല്ലാ ശിഷ്യന്മാരെക്കാട്ടിലും യോഹന്നാനെ വ്യത്യസ്തനാക്കി തീർത്തത് അവനെ തൊട്ടറിഞ്ഞു, അവനെ കണ്ടറിഞ്ഞു, അവനെ കേട്ടറിഞ്ഞു. എത്ര പേർ കേൾക്കുന്നുണ്ട്? യേശുവിനെ കണ്ടറിഞ്ഞു, കേട്ടറിഞ്ഞു, തൊട്ടറിഞ്ഞു. ഇത്ര കൃത്യമായി കർത്താവിനെ അറിഞ്ഞ ഒരാൾക്ക്
സ്തോത്രം. പത്മോസിന്റെ ഏകാന്തതയിൽ കർത്താവ് വെളിപ്പെട്ടു വന്നിട്ട് വിളിച്ചു പറയുന്ന ശക്തമായ ചില വെളിപ്പാടുകൾ ഇന്ന് രാത്രിയിൽ നമ്മൾ ഒരുമിച്ച് പറയുമ്പോൾ നിങ്ങൾ ആത്മാവിൽ ഏറ്റെടുത്തുകൊണ്ടിരിക്കണം. കർത്താവേ, ഒരു പടിയും കൂടെ എൻ്റെ കർത്താവിനോട് എനിക്ക് അടുക്കണം. സ്തോത്രം. ആമേൻ. എന്തിനാ ആമേൻ ഈ മീറ്റിംഗ് ഗോഡ് ഈസ് ലവ് ആമേൻ സ്തോത്രം എന്ന് പേരിട്ടുകൊണ്ട് സ്തോത്രം ഈ മീറ്റിംഗ് ഇങ്ങനെ നടത്തപ്പെടുന്നത്? ഒരു പടിയും കൂടെ കർത്താവിനോട് അടുത്തു വരണം. സ്തോത്രം. വക്രതയും കോട്ടവുമുള്ള ഈ തലമുറയിൽ സ്തോത്രം ആമേൻ ദൈവ സാന്നിധ്യം കൊതിക്കുന്ന ദൈവമക്കൾക്കായി, അഭിഷക്ത ദൈവദാസന്മാർക്കായി സ്തോത്രം ചെയ്യുന്നു. ഇന്ന് ചില മേഖലകളെ തൊടുമ്പോൾ പരിശുദ്ധാത്മാവിൽ നമുക്ക് ആ ദൂത് മനസ്സിലാക്കാൻ ഇടയായി തീരും. സ്തോത്രം. യോഹന്നാൻ പറഞ്ഞു, 33 തിരുവയസ്സ് വരെ ഈ ലോകത്തിൽ ജീവിച്ച കർത്താവിനെ ഞങ്ങൾ കണ്ണുകൊണ്ട് കണ്ടു കേട്ടോ, ഞങ്ങൾ കേട്ടു കേട്ടോ, അവന്റെ മാറോട് ചേർന്നിരുന്ന് അവന്റെ ശബ്ദം കേട്ടു കേട്ടോ. മറ്റെല്ലാ ശിഷ്യന്മാരും മാറി നിൽക്കുമ്പോൾ യേശുവിനോട് പറ്റിച്ചേർന്നിരുന്ന ഒരനുഭവം. സ്തോത്രം. 91 സങ്കീർത്തനത്തിൽ കാണുന്നുണ്ട്, അവൻ എന്നോട് പറ്റിയിരിക്കിയാൽ ഞാൻ അവനെ വിടിവിക്കും, അവൻ എൻ്റെ നാമത്തെ അറിയിക്കാൽ ഞാൻ അവനെ ഉയർത്തും. 2 പദപ്രയോഗങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം. ആമേൻ പറഞ്ഞ് ഏറ്റെടുത്തോ ദൈവമക്കളെ. സ്തോത്രം. വിടിവിക്കും, ഉയർത്തും. വിടിവിക്കും, ഉയർത്തും. ഈ 2 കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് രണ്ടും സംഭവിക്കണമെങ്കിൽ ദൈവത്തോട് പറ്റിയിരിക്കണം. സ്തോത്രം. അവനോട് പറ്റിയിരിക്കണം. സ്തോത്രം. കുഞ്ഞിലെ ആമേൻ സ്തോത്രം ഞങ്ങൾ ഈ VBS ഒക്കെ കഴിഞ്ഞിട്ട് ആമേൻ ടൂറ് കൊണ്ടുപോയത് തേക്കടിയിലേക്കാണ്. തേക്കടിയിൽ ബോട്ടിങ്ങിനൊക്കെ വേണ്ടി ഞങ്ങളെ പോയപ്പോൾ സ്തോത്രം അന്ന് ഈ കൊരങ്ങന്മാര് വൃക്ഷത്തിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടുന്നത് ഞാൻ കണ്ടു. സ്തോത്രം. അമ്മ കൊരങ്ങന്റെ ആമേൻ സ്തോത്രം ആമേൻ മുറുകെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ആമേൻ കുഞ്ഞു കുരങ്ങ് ഇങ്ങനെ ചാടുക. അമ്മ ചാടുകയാണ്. അത് ആമേൻ സ്തോത്രം. അമ്മയാണോ അപ്പനാണോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ഒരു വൃക്ഷത്തിൽ നിന്ന് അപ്പുറത്തെ വൃക്ഷത്തിലോട്ട് ചാടുമ്പോൾ അള്ളിപ്പിടിച്ചിരിക്കുന്ന കുരങ്ങ് താഴെ വീഴുന്നില്ല. ഞാൻ ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ താഴെ വീഴുന്നില്ല. സ്തോത്രം. ഇതെവിടെ ചാടിയാലും ഈ പിടിവിടുന്നില്ല. എത്ര പേർ കേൾക്കുന്നുണ്ട്? ഞാനൊരു ഉദാഹരണം പറഞ്ഞതാ. സ്തോത്രം. പിടിവിടരുത്. സ്തോത്രം. ഇന്ന് കർത്താവിന്റെ കയ്യിലേക്ക് പിടികൊടുത്താൽ സാത്താന്യ കരത്തിൽ നിന്നും, പാപത്തിന്റെ കരത്തിൽ നിന്നും, പിന്മാറ്റത്തിന്റെ കരത്തിൽ നിന്നും, ശാപത്തിന്റെ കരത്തിൽ നിന്നും പിടിവിട്ട് ചിലത് ഇന്ന് കർത്താവിന്റെ കരത്തിൽ പിടിച്ചാൽ സ്തോത്രം. ഞാൻ ഒന്നുകൂടെ ഇറങ്ങി പറയാം. എൻ്റെ കർത്താവ് ഒരാടെ കരത്തിൽ പിടിച്ചാൽ എവിടെ വരെ ഉയർത്തുമെന്ന് ഈ ലോകത്തിലെ ഒരു മനുഷ്യനും വിധി എഴുതാൻ പറ്റത്തില്ല. സ്തോത്രം. ശക്തമായ ഉയർച്ച ദൈവം നമുക്ക് തരും, ഉറപ്പാണ്. സ്തോത്രം. അവരെ എങ്ങനെ നടത്തുമെന്ന് ആർക്കും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ആമേൻ സ്തോത്രം. ജോസഫ് ഒരു വെളിപ്പാട് കയറി വരുന്നു പറയട്ടെ. സ്തോത്രം. ജോസഫിനെ കുറിച്ച് ആമേൻ സഹോദരന്മാര് പറഞ്ഞു, 20 വെള്ളിക്കാശിന്റെ വിലയെ നിനക്കുള്ളൂ, പൊട്ടക്കിണറേ ഉള്ളൂ. സ്തോത്രം. ഇശ്മയേലിലെ കച്ചവടക്കാർക്ക് നീ പൊയ്ക്കൊള്ളുക, നീ ഇനി അപ്പന്റെ വീട്ടിൽ ആമേ ഭക്ഷണം കഴിച്ച് തുടരത്തില്ല, നീ എന്നേക്കുമായി പോയിക്കോ. ഞങ്ങളുടെ സഹോദരന്മാരുടെ ഈ ലിസ്റ്റിനകത്ത് നീ ഇല്ല. സ്തോത്രം. എന്നാൽ സ്തോത്രം ആമേ ദൈവത്തിനൊരുത്തനെ ഉയർത്തണമെന്നുണ്ടെങ്കിൽ സ്തോത്രം ആമേ 13 വർഷം ഈ ആമേ സ്തോത്രം ഇട്ട് കറക്കി ആമേൻ സ്തോത്രം ആമേൻ ഈ കുറ്റിയടിച്ചൊരു കയറിന്റെ നീളത്തിനനുസരിച്ച് കറക്കിക്കൊണ്ടിരിക്കുമ്പോൾ സ്തോത്രം ദൈവത്തിന്റെ വാക്തത്വത്തിന്റെ സമയം വെളിപ്പെട്ടാൽ കർത്താവ് തന്നെ ഇറങ്ങി വന്ന് അതിനെ അറുത്തു കളയും. സ്തോത്രം. സഹോദരങ്ങൾ കെട്ടിയതാണെങ്കിലും പിശാച് കെട്ടിയതാണെങ്കിലും ആമേൻ സ്തോത്രം ആമേൻ പാപം ഉന്നയിച്ച് നീ ഒരു പാപി എന്ന് പറഞ്ഞ് ഉന്നയിച്ച് ജയിലിനകത്ത് കൊണ്ട് കെട്ടിയാലും സ്തോത്രം ദൈവത്തിന്റെ കൃത്യസമയം വെളിപ്പെടുമ്പോൾ ചങ്ങല പൊട്ടും. ആമേൻ കയറുകൾ അഴിഞ്ഞു പോകും. ആമേൻ സ്തോത്രം. നീ ഈജിപ്തിലെ പ്രൈം മിനിസ്റ്റർ ആകുമെന്ന് ആമേൻ സ്തോത്രം 17ാമത്തെ വയസ്സിൽ ആമേൻ ഒരു സ്വപ്നം ദർശനം നിന്റെ മേൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒരുറപ്പ് ദർശനത്തിൽ മുറുകെ പിടിച്ചു നിന്നോ, വാക്തത്വത്തിൽ മുറുകെ പിടിച്ചു നിന്നോ, നാമേ ദൈവം പറഞ്ഞ വാക്കിൽ മുറുകെ പിടിച്ചുകൊണ്ട് നിന്നോ. സ്തോത്രം. തളർന്നു പോകത്തില്ല. ഈ രോഗം നിന്നെ തളർത്താനല്ല, ഈ കഷ്ടത നിന്നെ ഒതുക്കാനല്ല. സ്തോത്രം. ഇതോടെ നീ തീരുമെന്ന് ലോകം മൊത്തം വിധി എഴുതിയാലും ഇന്ന് രാത്രി ആത്മാവിൽ വചനത്തിൽ കൂടെ വിളിച്ചു പറയട്ടെ, തീരാൻ ആമേൻ ദൈവം അനുവദിക്കത്തില്ല. ചില തുടക്കങ്ങളെ ദൈവം കൽപ്പിക്കാൻ പോകുക. ആമേ ഗോഡ് ഈസ്
ഈസ് ലവ് എന്ന ഈ കൂട്ടായ്മയിൽ ദൈവം ചില തുടക്കങ്ങളെ തരാൻ പോകുക. സ്തോത്ര, ചില പുതിയ ദർശനങ്ങളെ തരാൻ പോകുക. അഭിഷിക്ത ദൈവദാസന്മാർ ഏറ്റെടുക്കട്ടെ. ആമേൻ. ചില പുതിയ തുടക്കങ്ങളെ കർത്താവ് നിങ്ങളുടെ മിനിസ്ട്രിയിൽ, ശുശ്രൂഷയിൽ കർത്താവ് തരാൻ പോകുക. പഴയത് കഴിഞ്ഞുപോയി, ഇതാ ചില പുതിയ അനുഭവങ്ങളിലേക്ക് കർത്താവ് കരം പിടിച്ചു കയറ്റുന്ന ഒരു പ്രത്യേക തലം പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നുവെന്ന് ഇന്ന് ആമേ രാത്രിയിൽ ആത്മാവ് ശക്തിയോടെ വിളിച്ചു പറയുന്നു. ആമേ 3.5 വർഷം കർത്താവിനെ ആമേൻ അടുത്തറിഞ്ഞവനെ, ആമേൻ സ്തോത്രം, കഷ്ടതയുടെ തീച്ചൂളയ്ക്കകത്തും ഒറ്റപ്പെടലിന്റെ പത്മോസിന്റെ ആമേൻ ഏകാന്തതയിലും നിനക്ക് വേണ്ടി ഇറങ്ങി വന്നിട്ട് ഒരു കാഴ്ച നിന്നെ കാണിക്കുന്നത് ഇന്ന് രാത്രി നാം അറിയാതെ പോകരുത്. സ്തോത്രം. ആമേ യേശുവിനെ തൊട്ടറിഞ്ഞവന് ഇനി അവനെ അറിയണോ? യേശുവിനെ കണ്ടറിഞ്ഞവന് ഇനി അറിയണോ? സ്തോത്രം. യേശുവിനെ കേട്ടറിഞ്ഞവന് ഇനി ആ ഒരു അറിവ് വേണോ? വേണം. എവിടാ വേണ്ടത്? കഷ്ടതയുടെ തീച്ചൂളയ്ക്കകത്ത്. കൂടെ പാസ്റ്റർമാരില്ല, കൂടെ പ്രവാചകന്മാരില്ല, കൂടെ അപ്പോസ്തലന്മാരില്ല, കൂടെ പ്രാർത്ഥിക്കാൻ ആരുമില്ല. സ്തോത്രം. കണ്ണ് തുറന്നാൽ ഇരുട്ടിന്റെ ഏകാന്തതകൾ, ആമേ കടിച്ചു കീറുന്ന മൃഗങ്ങൾ, ഇഴജന്തുക്കൾ, വിഷജന്തുക്കൾ, ആമേ ഇതിന്റെ നടുവിൽ കൊണ്ടുവന്നിട്ടിട്ട് സ്തോത്രം ഒറ്റയ്ക്ക് കൊണ്ടിട്ടിട്ട് പറയുക, കണ്ടറിഞ്ഞവനെ, കേട്ടറിഞ്ഞവനെ, തൊട്ടറിഞ്ഞവനെ പോലെയല്ല ഞാൻ ഇതാ ഇറങ്ങി വന്ന് നിൽക്കുന്നു. എങ്ങനാ എന്റെ കർത്താവ് എങ്ങനെ ഇരിക്കുന്നു എന്ന് ഞാൻ പറയാം. ഫോട്ടോയിൽ ആരോ വരച്ച യഹൂദന്റെ പടമല്ല, മുൾക്കിരീടധാരിയായി നിൽക്കുന്ന കർത്താവല്ല. എങ്ങനാ എന്റെ യേശുവിനെ കണ്ടിട്ടുള്ളവർ ഇന്ന് രാത്രി ഇത് കാണണം. യേശു എങ്ങനെ ഇരിക്കുന്നു എന്ന് ആരെങ്കിലും ചോദിച്ചാൽ, നിങ്ങൾ സേവിക്കുന്ന യേശു എങ്ങനെ ഇരിക്കുന്നു എന്ന് ചോദിച്ചാൽ, വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 12 മുതലുള്ള വാക്യങ്ങൾ വായിച്ചു കേൾപ്പിക്കണം. തലമുടിയും തലയും എങ്ങനെ ഇരിക്കുന്നു? പഞ്ഞി പോലെ വെളുത്തതാ. എന്റെ കർത്താവിന്റെ തലയും തലമുടി എങ്ങനെ ഇരിക്കുക? പഞ്ഞി പോലെ വെളുത്തതാ. സ്തോത്രം. അവന്റെ കണ്ണെങ്ങനാ ഇരിക്കുന്നേ? അഗ്നി ജ്വാലയ്ക്കൊത്ത കണ്ണുള്ളതാ. സ്തോത്രം. എത്ര പേർ കേൾക്കുന്നുണ്ട് എന്റെ കർത്താവിനെ കുറിച്ച് പറയുന്നത്? എനിക്ക് ഏറ്റവും വലിയ സന്തോഷം. ഹല്ലേലൂയ. എന്റെ കർത്താവിനെ കണ്ടറിയുക. അവൻ എവിടെ അറിയുന്നേ? കഷ്ടതയ്ക്കകത്ത കണ്ടറിയുക. മുമ്പിൽ വന്ന് നിൽക്കുന്ന കർത്താവിനെ കണ്ടറിയുക, കേട്ടറിയുക, തൊട്ടറിയുക. ഇന്റിമസിയിലേക്ക് വാ, അടുത്തു വാ, ദൈവ സാന്നിധ്യത്തിലേക്ക് അടുത്തു വാ. അകന്നു മാറി നിന്ന് കർത്താവിനെ അനുഭവിച്ചറിയില്ല. മാറത്ത് പൊൻകച്ച കെട്ടിയവൻ, 7 നക്ഷത്രങ്ങളെ വലങ്കരത്തിൽ പിടിച്ചവൻ, വെള്ളോടിന് സാദൃശ്യമായി കാലുകളുള്ളവൻ, പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെ ശബ്ദമുള്ളവൻ. അറിയാതെ നമ്മൾ കർത്താവിനെ സ്തുതിച്ചു പോകും. കർത്താവിനെ കുറിച്ച് പറയുമ്പോൾ എന്റെ കർത്താവ് എവിടെങ്കിലും കൊണ്ടുവന്ന് ഇരുത്തിയാൽ, ആമേൻ, ആരെങ്കിലും ഇരുത്തിയാൽ ഇരുത്തുന്ന ഒരു ദൈവമല്ല. സ്തോത്രം. എന്റെ കർത്താവിന് ചലിക്കാൻ കഴിവുണ്ട്. എവിടെ ചലിക്കൂ എന്ന് ഞാൻ പറയാ, നിന്റെ ഒറ്റപ്പെടലിൽ കർത്താവ് ചലിക്കും. നീ ഒറ്റയ്ക്കല്ല, കർത്താവ് ചലിക്കും. കർത്താവ് ചലിച്ച് നിന്റെ മുമ്പിൽ ഇറങ്ങി വന്ന് നിൽക്കും. നിനക്ക് ആഗ്രഹമുണ്ടോ? കർത്താവ് നിന്നോട് അടുത്തു വരാൻ താല്പര്യപ്പെടുകയാണ്. അവന് നിന്നെ കാണാൻ ആഗ്രഹമുണ്ട്. അവന് നിന്നെ സന്ദർശിക്കാൻ ആഗ്രഹമുണ്ട്. സ്തോത്രം. ആമേ ഞാനൊരു വചന വെളിപ്പാട് പറയാ. സ്തോത്രം. ആമേ അതേപോലെ ഏറ്റെടുക്കുന്ന ദൈവത്തിന്റെ ദാസന്മാരും ദൈവമക്കളോ ഇന്ന് രാത്രി ഇവിടെ ആയിരിക്കുന്നത്. സ്തോത്രം. യൂട്യൂബിൽ കൂടെ ഒക്കെ ഈ മെസ്സേജ് പിന്നീട് കേൾക്കുന്നവരും കേട്ടോണം. സ്തോത്രം. ഇപ്പോൾ കേൾക്കുന്നവരും കേട്ടോ. സ്തോത്രം. ആമേ എന്താ? ആമേ അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ളവൻ, മാറത്ത് പൊൻകച്ച കെട്ടിയവൻ, വെള്ളോടിന് സദൃശ്യമായ കാലുകളുള്ളവൻ. സ്തോത്രം. ആമേ ഈ കർത്താവ് ആമേൻ സഭയുടെ പുറത്തു നിന്നുകൊണ്ട് വാതിൽക്കൽ നിന്ന് മുട്ടിക്കൊണ്ടിരിക്കുക. സ്തോത്രം. ആരെങ്കിലും ആമേൻ ആ വാതിലൊന്ന് തുറന്നു തന്നാൽ ഞാൻ അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. സഭയ്ക്ക് പുറത്തു നിന്ന് കർത്താവ് ആമേ മുട്ടിക്കൊണ്ടിരിക്കുകയാ. സ്തോത്രം. ആമേ കർത്താവിന്റെ അഭിഷിക്ത ദാസന്മാരെ, ദൈവമക്കളെ, പൊളിറ്റിക്സ് കളിക്കാൻ നേരമില്ല. സ്തോത്രം. ആമേൻ. ആമേ പാപത്തിൽ മുഴുകി നിൽക്കാൻ സമയമില്ല ദൈവമക്കളെ. സ്തോത്രം. ആമേ പാപത്തോട് നോ എന്ന് പറഞ്ഞുകൊണ്ട് ഓടാൻ ആമേ ഒരു കാലഘട്ടമായി കാലഘട്ടം. ഭയത്തോടും വിറയലോടും ജീവിക്കേണ്ട ഒരു കാലഘട്ടം. സ്തോത്രം. ആമേ ഞങ്ങളൊക്കെ പാർക്കുന്ന യൂറോപ്പിന്റെ മണ്ണിൽ സ്തോത്രം. ആമേ എന്തിനും ഏതിനും ഞങ്ങളിവിടെ വീട്ടിൽ പറയാറുണ്ട്, അപ്പനെ അമ്മയെ ഒഴിച്ച് ബാക്കി എല്ലാം ഇവിടെ കിട്ടും. സ്തോത്രം. പക്ഷെ ഇതിന്റെ നടുവിലും കൃപയോടെ നിൽക്കുന്ന ദൈവത്തിന്റെ അഭിഷിക്ത ദൈവദാസന്മാർ, ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. സ്തോത്രം. പാപം നിന്നെ തേടി വരും. പാപം നിന്റെ മുമ്പിൽ ആമേൻ സ്തോത്രം ശക്തിയോടെ വരും. എന്നാൽ
എന്നാൽ നീ അതിനെ ജയിക്കണമെന്ന് കർത്താവ് പറഞ്ഞിരിക്കുക. തന്നെത്താൻ സൂക്ഷിക്കണം. ആമേ, എങ്ങനെയാ? വാതിക്കൽ നിന്ന് മുട്ടിക്കൊണ്ടിരിക്കുക. എനിക്കൊരു അവസരം തന്നാൽ ഞാൻ നിന്നോടുകൂടെ വസിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് കർത്താവ് പറയുക. സഭയെ ഇന്ന് രാത്രിയിലും ഏറ്റെടുക്ക. സ്തോത്രം. കർത്താവ് പുറത്തു നിന്ന് മുട്ടാനല്ല, അകത്തു വന്ന് ഞങ്ങളോടുകൂടെ വസിക്കാൻ. എന്നാ കർത്താവിനെ ക്ഷണിച്ച ഒരു ഗുണമുണ്ട്. ദൈവമക്കളെ കേട്ടോ, സ്തോത്രം. കർത്താവിനെ ക്ഷണിച്ചാൽ ഒരു ഗുണമുണ്ട്. ശാന്തമായിട്ട് കീറി പ്രസംഗിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷേ ഇങ്ങനെ പറയുന്നതാ കുറെ കൂടെ നല്ലത്. സ്തോത്രം. ഓൺലൈൻ മീറ്റിംഗ് അല്ലേ, നമുക്ക് സഭയ്ക്കകത്തൊക്കെ ഭയങ്കരമായിട്ട് ശബ്ദം ഉണ്ടാക്കാം. സ്തോത്രം. പക്ഷെ ഞാൻ പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെ പറഞ്ഞാലും ശാന്തമായി പറഞ്ഞാലും കേട്ടോ, സ്തോത്രം, ദൈവത്തിന്റെ ശബ്ദത്തെ ആമേ ഇന്ന് പകലിൽ നമുക്ക് ആഴമായി ധ്യാനിക്കുവാൻ കർത്താവ് സഹായിക്കട്ടെ. സ്തോത്രം. ആമേൻ. ആഴമായ വെളിപ്പാട്. പുറത്തു നിൽക്കുന്ന കർത്താവിനെയല്ല, അകത്തു വരണം. ആ ഒരു ഇന്റിമസിയിലേക്ക് വരണം. ആ ഒരു അടുപ്പത്തിലേക്ക് വന്നാലേ പറ്റത്തുള്ളൂ. അതിനെന്നാ ചെയ്യണം? ചിലത് വിട്ടേ പറ്റത്തുള്ളൂ. അബ്രഹാമിനോട് പറഞ്ഞു, സ്തോത്രം, നിന്റെ അപ്പൻ തേരഹ് സ്തോത്രം ഉണ്ടാക്കിയ ചില വിഗ്രഹങ്ങളുണ്ട്, നീ അത് ഉടച്ചു കളയണം. നീ മുന്നോട്ട് വന്നേ പറ്റത്തുള്ളൂ. നീ ആമേ ചാർച്ചക്കാരെ വിടണം. സ്തോത്രം. പിതൃഭവനത്തെ വിടണം, ദേശത്തെ വിടണം. സ്തോത്രം. ആമേ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് നീ പോകണം. സ്തോത്രം. ചിലത് വിടാതെ ദൈവവുമായിട്ടൊരു അഭേദ്യ ബന്ധത്തിലേക്ക് വരാൻ നമുക്ക് പറ്റത്തില്ല. ഇന്ന് രാത്രി എത്ര പേർ കേൾക്കുന്നുണ്ട്? സ്തോത്രം. ഞാൻ വിട്ടാലും എന്നെ വിടത്തില്ലെന്ന് പറഞ്ഞ് നിൽക്കുന്ന ഏതെങ്കിലും ശക്തികളുണ്ടെങ്കിൽ ഇന്ന് രാത്രി ആത്മാവിൽ പ്രാർത്ഥിക്കണം. സ്തോത്രം. ഞാൻ എൻ്റെ യേശുവിനുള്ളതാ. എല്ലാരും കേക്ക്, ഞാൻ എൻ്റെ യേശുവിനുള്ള. വേറൊന്നും ഇന്ന് രാത്രി കേട്ടില്ലേലും ആത്മാവിൽ പറ, ആമേ, എൻ്റെ ഉടയവൻ ജീവിക്കുന്നു, എൻ്റെ വീണ്ടെടുപ്പുകാരൻ ജീവിക്കുന്നു. ഞാൻ എനിക്കുള്ളവനല്ല, എനിക്ക് വേണ്ടി രക്തം ഊറ്റി തന്ന എൻ്റെ കർത്താവിനുള്ളതാ. എന്നെ വിലയ്ക്ക് വാങ്ങിച്ചേക്കുക. സ്തോത്രം. നിങ്ങളുടെ കയ്യിൽ ഒരു ഫോണ് 1.5 ലക്ഷം രൂപ കൊടുത്ത് ഒരു ഐഫോൺ മേടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എറിഞ്ഞ് ഉടയ്ക്കത്തില്ല. എത്ര ദേഷ്യം വന്നാലും ഇത് എറിയത്തില്ല. ബിക്കോസ് 1.5 ലക്ഷം രൂപയുടെ വില അറിയാവുന്നവൻ ഇത് എറിഞ്ഞുടയ്ക്കത്തില്ല. സ്തോത്രം. അങ്ങനെയെങ്കിൽ വില പോലുമില്ല. കർത്താവിന്റെ രക്തത്തിന് വില കൽപ്പിക്കാൻ പറ്റത്തില്ല. സ്തോത്രം. ഒരു 1000 യൂറോയോ 10 കോടി രൂപയോ വില കൽപ്പിക്കാൻ പറ്റത്തില്ല. കർത്താവിന്റെ രക്തത്തിന് വില കൽപ്പിക്കാൻ പറ്റത്തില്ല. സ്തോത്രം. അത്ര സങ്കീർത്തനക്കാരൻ പറയുന്ന ഒരു വാക്യമുണ്ട്, നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും അവൻ എന്നെ കരകയറ്റി ക്രിസ്തുവാകുന്ന പാറമേൽ ഉറപ്പിച്ചു നിർത്തി. എന്റെ അവസ്ഥയാ പറയുന്നത്. ഞാൻ കുഴഞ്ഞ ചേറ്റിലായിരുന്നു, നാശകരമായ കുഴിയിലായിരുന്നു. എന്നെ അവൻ ഉയർത്തിയെടുത്ത് ക്രിസ്തുവാകുന്ന പാറമേൽ ഉറപ്പിച്ചു നിർത്തി. സ്തോത്രം. അടുത്തുവാ കർത്താവിന്റെ അടുത്തേക്ക് വരാനാ ഇന്ന് രാത്രി കർത്താവ് നമ്മെ ക്ഷണിക്കുന്നത്. ഈ ലോകത്തിൽ ഒരു മനുഷ്യന്റെ അടുത്തേക്ക് പോയാൽ, ഒരു മനുഷ്യൻ കരം തന്നാൽ അവനൊപ്പം ഉയർത്തും, എന്നാൽ അവനെക്കാട്ടി മുകളിൽ ഉയർത്തത്തില്ല. ഇനി എത്ര വലിയ വിശുദ്ധനാണെങ്കിലും അവനൊപ്പമേ ഉയർത്തത്തുള്ളൂ. എന്നാൽ കർത്താവിന്റെ കരത്തിൽ കൊടുത്താൽ അവൻ സ്വർഗത്തോളം നിന്നെ ഉയർത്തും. എല്ലാരും കേൾക്കുന്നുണ്ടോ? യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് കർത്താവിന്റെ കരത്തിൽ ചിലർ പിടിക്കാൻ തയ്യാറാകട്ടെ. യേശുവിനെ കുറിച്ച് പറയുന്നത്, അവൻ ഇനി വെളിയിലല്ല അകത്തു വരുന്ന ഒരു അനുഭവം നമുക്കുണ്ടാകട്ടെ. സ്തോത്രം. വെളിയിൽ നിന്ന് കർത്താവ് മുട്ടുവാൻ, നമ്മുടെ ഹൃദയമാകുന്ന വാതിക്കൽ മുട്ടുവാൻ ഇനി അനുവാദം കൊടുക്കരുത്. അവൻ ഇൻവൈറ്റ് ചെയ്യുന്ന, നമ്മൾ അവനെ ഇൻവൈറ്റ് ചെയ്ത എന്താ ഗുണമുണ്ട്? ആ ഒരു മേഖല അങ്ങ് വിട്ടുപോയി. പരിശുദ്ധാത്മാവിൽ ഞാൻ ഏറ്റുപറയട്ടെ, കർത്താവിനെ നമുക്ക് ഇൻവൈറ്റ് ചെയ്ത് കിട്ടിയാൽ, കർത്താവിനെ ഇൻവൈറ്റ് ചെയ്താൽ, കർത്താവിനെ ക്ഷണിച്ചാൽ എന്താ ഗുണം? നിന്റെ വീട് തല കുനിക്കാൻ ദൈവം അനുവദിക്കത്തില്ല. എല്ലാരും കേൾക്കുന്നുണ്ടോ? പച്ചവെള്ളത്തെ വീഞ്ഞാക്കിയ കർത്താവ് ഇന്ന് നമുക്ക് വേണ്ടി ഇന്ന് ഈ മീറ്റിങ്ങിനകത്തുണ്ട്. സ്തോത്രം. ഓൺലൈനിൽ കേട്ടോണ്ടിരിക്കുന്ന ദൈവമക്കളെ, നിങ്ങളുടെ വീട്ടിനകത്തേക്ക് കർത്താവിനെ ഒന്ന് ക്ഷണിക്ക്. നിങ്ങൾ തല കുനിക്കാൻ ദൈവം അനുവദിക്കത്തില്ല. അനുഭവത്തിന്റെ വെളിച്ചത്തിൽ ഇന്ന് രാത്രിയിലും ശക്തിയുക്തം വിളിച്ചു പറയുന്നു, കർത്താവിനെ ഒരു വിഷയത്തിനകത്തേക്ക് നീ ക്ഷണിച്ചാൽ ഒരു ഉറപ്പ് ഞാൻ പറയാ, നീ തല കുനിക്കാൻ ദൈവം അനുവദിക്കത്തില്ല. ഏത് സ്ഥലത്താ നീ തല കുനിച്ചത്? ഏത് ആൾക്കാരുടെ മുമ്പിലാ നീ തല കുനിച്ചത്? ഏത് സമൂഹത്തിന്റെ മുമ്പിലാ നീ തല കുനിച്ചത്? അതേ സമൂഹത്തിന്റെ മുമ്പിൽ കർത്താവിനെ ഒന്ന് ഇൻവൈറ്റ് ചെയ്യേ. കർത്താവെ, നീ ഒന്ന് വാ, നീ ഞങ്ങളുടെ ചർച്ചിലേക്കൊന്ന് വാ, നീ ഞങ്ങളുടെ വീട്ടിലേക്കൊന്ന് വാ. എത്ര പേർ കേൾക്കുന്നുണ്ട്? എന്റെ കർത്താവ് ഭയങ്കര ജെന്റിൽമാൻ ആണ്. സ്തോത്രം. ഒരു വിവരവും ഇല്ലാത്ത ഒരു കർത്താവല്ല നമ്മുടെ കർത്താവ്. സ്തോത്രം. നമ്മളൊക്കെ പലരും വിവരമില്ലാത്തവരാ.
ഒരു വീട്ടിനകത്ത് ഒരു റൂമിനകത്ത് ഒരാൾ ഇരുന്നാൽ ആമേൻ അനുവാദമില്ലാതെ കൊട്ടാതെ ആമേൻ മുട്ടാതെ അകത്തേക്ക് ഓടിച്ചെന്ന് കയറും. പക്ഷെ കർത്താവ് അങ്ങനെ ആമേൻ മുട്ടിയിട്ടേ കയറത്തുള്ളൂ. കേൾക്കുന്നുണ്ടോ? എത്ര പേർ കേൾക്കുന്നുണ്ട്? അവൻ ജെന്റിൽമാനാ. കാര്യം എന്നാ അറിയാവോ? അനുവാദം കൊടുത്താൽ അവൻ വരും. അനുവാദം കൊടുത്താൽ അവൻ അകത്തു വരും. എവിടെ വരും? കാനാവിലെ കല്യാണ വീട്ടിൽ ഒരു അനുവാദം കൊടുത്തു. യേശുവേ നീ വരണം, നീ വരുമ്പോൾ നിന്റെ കൂടെയുള്ള ശിഷ്യന്മാരെയും കൊണ്ടുവരണം. ആമേൻ. അവര് അന്ന് കല്യാണം നടത്തിയവർ വിചാരിച്ച്, ആ വീട്ടുകാരൻ വിചാരിച്ചില്ല, 10-13 പേര് ഒരുമിച്ച് കയറി വന്നാൽ ആമേൻ സ്തോത്രം കാര്യം എങ്ങനായിത്തീരും ചിന്തിച്ചില്ല. കാര്യം ലോകത്ത് ആരെ ക്ഷണിക്കുന്നതിനെക്കാട്ടി കൂടുതൽ കർത്താവിനെ ക്ഷണിക്കാൻ അവൻ തയ്യാറായതുകൊണ്ട് ആ വീടിന്റെ തലകുനിക്കുന്ന അനുഭവത്തെ കർത്താവ് മാറ്റി. ആമേൻ. ഇന്ന് രാത്രി വിശ്വസിക്ക്, ഏത് സാഹചര്യത്തിൽ കൂടാ നിങ്ങൾ കടന്നു പോകുന്നതെന്ന് കർത്താവിന് നന്നായിട്ട് അറിയാം. ഏതവസ്ഥയിൽ കൂടാ കടന്നു പോകുന്നതെന്ന് കർത്താവിന് നന്നായിട്ട് അറിയാം. അവന്റെ കണ്ണുകളുടെ പ്രത്യേകത അഗ്നിജ്വാലക്കൊത്ത കണ്ണ. അവന്റെ കണ്ണിന്റെ പ്രത്യേകത അഗ്നിജ്വാല. സകലതും സ്കാൻ ചെയ്തെടുക്കും. എല്ലാരും കേൾക്കുന്നുണ്ടോ? പരിശുദ്ധാത്മാവിന് സ്കാൻ ചെയ്യാൻ കഴിയാത്ത ഒരു മേഖലയില്ല. ഞാൻ പറയാറുണ്ട്, അപ്പനെ കളിപ്പിക്കാം, അമ്മയെ കളിപ്പിക്കാം, പാസ്റ്ററിനെ കളിപ്പിക്കാം, സഹോദരന്മാരെ കളിപ്പിക്കാം, ലോകത്തിലെ സകല മനുഷ്യരെയും കളിപ്പിക്കാം. എന്നാൽ പരിശുദ്ധാത്മാവിന്റെ മുമ്പിൽ ഒന്നും മറയപ്പെടത്തില്ല. അത് അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ളവനാ നമ്മുടെ കർത്താവ്. സകലത്തെയും സ്കാൻ ചെയ്തെടുക്കും. ആമേൻ സ്തോത്രം. അടുത്തിരിക്കുന്ന ആൾക്ക് പോലും ഹൃദയത്തിലെ ഉടവുകളെ കാണാൻ കഴിയുന്നില്ലെങ്കിൽ ഇന്ന് രാത്രി കർത്താവ് പറയുന്നത്, ഹൃദയം നുറുങ്ങിയവർക്ക്, ബാക്കി പറഞ്ഞാട്ട് ദൈവമക്കളെ, ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ. മനസ്സു തകർന്നവരെ അവൻ രക്ഷിക്കുന്ന ദൈവമാ. സ്തോത്രം. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ആമേൻ ആരെങ്കിലും ഹൃദയ നുറുക്കത്തോടെ ഈ മീറ്റിങ്ങിനകത്ത് കയറിയിട്ടുണ്ടെങ്കിൽ ഒരുറപ്പ് ഞാൻ പറയാം, മറ്റാരെക്കാട്ടിലും കർത്താവ് നിങ്ങൾക്ക് സമീപസ്ഥനാ. സ്തോത്രം. എത്ര പേർ കേൾക്കുന്നുണ്ട്? എന്റെ കർത്താവിനെ എനിക്ക് കണ്ടറിയണം, എന്റെ കർത്താവിനെ എനിക്ക് തൊട്ടറിയണം, എന്റെ കർത്താവിനെ എനിക്ക് കേട്ടറിയണം. എത്ര പേർ കേൾക്കുന്നുണ്ട്? സ്തോത്രം. ഇങ്ങനെ അറിവ് ഇങ്ങനെ ഒരു ലെവലിലേക്ക്, ഇന്റിമസിയിലേക്ക് വരണമെങ്കിൽ ആമേൻ പഴയ നിയമത്തിലെ 3-4 ബാലന്മാരെ എനിക്ക് 1-2 വാചകത്തിൽ പരിചയപ്പെടുത്തണം. ആമേൻ ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോ, ദാനിയേല് അവരെടുത്ത 3 പ്രത്യേക തീരുമാനങ്ങളുണ്ട്. 3 പ്രത്യേക തീരുമാനങ്ങൾ. സ്തോത്രം. എല്ലാരും കേട്ടോണം. 3 പ്രത്യേക തീരുമാനങ്ങൾ. ഒന്നാമത്തെ തീരുമാനം, രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും യെരൂശലേമിലേക്ക് കിളിവാതിലിനെ തുറന്നിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കും. ഒന്നാമത്തെ അവരുടെ തീരുമാനം. സ്തോത്രം. എവിടെ അവരായിരിക്കുന്നതെന്ന് അറിയാമോ? യെരൂശലേമിലല്ല, അവർ ബാബേലില. സ്തോത്രം. അന്യനാട്ടില, പള്ളിയില്ലാത്ത സ്ഥലം. സ്തോത്രം. അന്യദേശത്ത്. ആമേൻ. വിഗ്രഹങ്ങളെ കൊണ്ട് നിറഞ്ഞ, അന്യാരാധനകളെ കൊണ്ട് നിറഞ്ഞ, സകല അനീതിയും നിറഞ്ഞ ഒരു പട്ടണത്തിലേക്ക് പിടിച്ചുകൊണ്ടുപോയപ്പെട്ട ബാലന്മാരുടെ ഒന്നാമത്തെ തീരുമാനം, ഞങ്ങൾ രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും യെരൂശലേമിലേക്ക് കിളിവാതിലിനെ തുറന്നിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കും. ഒന്നാമത്തെ തീരുമാനം. ആമേൻ സ്തോത്രം. രണ്ടാമത്തെ തീരുമാനം, എല്ലാവരും കേട്ടോണേ, കേൾക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആമേൻ. യേശുവിന്റെ നാമത്തിൽ ആമേൻ. രണ്ടാമത്തെ അവരുടെ തീരുമാനം, സ്തോത്രം, ഞങ്ങൾ ആരാധിക്കുന്നെങ്കിൽ സത്യ ദൈവത്തെ, നിത്യപിതാവിനെ, ഞങ്ങളെ വീണ്ടെടുത്ത കർത്താവിനെ മാത്രമേ ആരാധിക്കത്തുള്ളൂ. അവരുടെ തീരുമാനം കണ്ടോ? ഇനി സ്വർണ വിഗ്രഹമല്ല, ഈ ലോകത്തിലെ മൊത്തവും കൂടെ തരാന്ന് പറഞ്ഞാല്, കോടിക്കണക്കിന് രൂപ തരാന്ന് പറഞ്ഞാല്, ആമേ, ഞങ്ങൾ മുട്ടുകുത്തുന്നത് ഒരുവന്റെ മുമ്പിൽ മാത്രമായിരിക്കും. ഞങ്ങൾ ആരാധിക്കുന്നെങ്കിൽ ആ ദൈവത്തെ മാത്രമായിരിക്കും. ആ സത്യ ദൈവത്തെ, സൃഷ്ടാവിനെ മാത്രമേ ഞങ്ങൾ ആരാധിക്കത്തുള്ളൂ. അത് അവരുടെ ആമേ തീരുമാനമാ. സ്തോത്രം. ഇങ്ങനെ ഇന്റിമസിയിലേക്ക് വരുന്ന മൂന്നാമത്തെ വലിയൊരു കാര്യമുണ്ട്. അത് അല്പം കട്ടിയ. മൂന്നാമത്തെ കാര്യം, രാജാവേ, നീ കുടിക്കുന്ന വീഞ്ഞുകൊണ്ടും നിന്റെ മട്ടുപ്പാവിൽ ആമേ രാജകൊട്ടാരത്തിനകത്തോ, സ്തോത്രം, ആമേ ഉള്ള ഒരു ആഹാരവും ഞങ്ങൾക്ക് വേണ്ട. സ്തോത്രം. തീരുമാനം ഭയങ്കര സ്ട്രോങ്ങാ. ഡിസിഷൻ എടുത്ത സ്ട്രോങ് ഡിസിഷനാ. ആമേ. ചില അഭിഷക്ത ദൈവദാസന്മാർ, ദൈവമക്കൾ ഇവിടെ ഉണ്ട്. തീരുമാനം എടുക്കണം. ആ തീരുമാനത്തിനകത്ത് ഒരു ഇന്റിമസി വരും. കർത്താവുമായിട്ട് ഒരു ഇന്റിമസി വരും. കർത്താവ് നോക്കുമ്പോൾ പറയും, എടാ ആമേ, സ്വർഗത്തിൽ നിന്ന് കർത്താവ് നോക്കുക. ആമേ, ഇതാ ഒരുവൻ ആമേ ജർമ്മനിയില് ആമേ കാലത്തും ഉച്ചയ്ക്കും വൈകിട്ടും പ്രാർത്ഥിക്കുന്നു. അവൻ ആരാധിക്കുന്നെങ്കിൽ അവൻ സത്യ ദൈവത്തെ മാത്രമേ ആരാധിക്കത്തുള്ളൂ. സ്തോത്രം. അവന് ദൈവമല്ലാതെ
അല്ലാതെ വേറൊന്നും ഇല്ല. സ്തോത്രം. എല്ലാരും കേട്ടോണേ, ദൈവത്തെക്കാട്ടിൽ ഒരു പടിയും കൂടെ മുന്നിൽ ഒന്നും അവനെ സ്നേഹിക്കാനില്ല. സ്തോത്രം. അങ്ങനെ ദൈവത്തെ മുറുകെ പിടിക്കുന്ന ഒരുവൻ. സ്തോത്രം. മൂന്നാമത്തെ കാര്യം, സ്തോത്രം, ഇവിടെ എല്ലാ ടേബിളുകളിലും ബിയറുകളുണ്ട്, എല്ലാ ടേബിളിലും ആൽക്കഹോൾ ഉണ്ട്. ആമേ. സ്തോത്രം. ഞങ്ങളുടെ ഫ്രണ്ട്സ് എല്ലാം മൂക്കുമുട്ട കുടിച്ചാൽ ഒരു സിപ്പ് പോലും കുടിക്കാത്തവർ ഇവിടെ ഉണ്ട്. സ്തോത്രം. അഭിഷക്ത ദൈവദാസന്മാരുണ്ട്. സ്തോത്രം. 42 വയസ്സുള്ള ഞാൻ ഇന്ന് വരെ ആമേ എന്റെ ഫ്രണ്ട്സ് ഒക്കെ പറഞ്ഞു, ഒന്ന് തൊട്ട് ആമേ രുചിച്ചു നോക്ക്. സ്തോത്രം. ആമേ. ഞാൻ പറഞ്ഞു, ഇല്ല, ഇത് ഞങ്ങൾക്ക് പറ്റത്തില്ല. സ്തോത്രം. ആമേ. എത്ര പേർ കേൾക്കുന്നുണ്ട്? സ്തോത്രം. തീരുമാനത്തോടെ നിന്നാൽ ചിലപ്പോൾ ഫ്രണ്ട്ഷിപ്പ് പോവായിരിക്കും, പക്ഷെ അവിടമായിട്ടുള്ള സ്വർഗവുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് പോകത്തില്ല. എല്ലാരും കേട്ടോ, അവിടുത്തെ ഫ്രണ്ട്ഷിപ്പ് പോയാൽ സകലതും പോയി. ഇവിടുത്തെ ഫ്രണ്ട്ഷിപ്പ് പോയാൽ അത് സെമെട്രി കൊണ്ട് അവസാനിക്കത്തേ ഉള്ളൂ. എന്നാൽ സ്തോത്രം, അവിടുത്തെ ഫ്രണ്ട്ഷിപ്പ് പോയാൽ സകലതും പോയി. സ്തോത്രം. എല്ലാവർക്കുമായി ദൈവത്തെ സ്തുതിക്കുന്നു യേശുവിന്റെ നാമത്തിൽ. കേട്ടോ, ആമേ. ദൈവവുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് പോകരുത്, ദൈവവുമായിട്ടുള്ള ഇന്റിമസി പോകരുത്. അത് ഭയങ്കര സ്ട്രോങ് ആയിട്ട് സൂക്ഷിക്കണം. ആമേ. ഈ ബാലന്മാർ ചെയ്തത്: 1, രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും പ്രാർത്ഥന; 2, ആരാധന; 3, രാജാവ് കഴിക്കുന്ന ആഹാരവും കുടിക്കുന്ന വീഞ്ഞും ഞങ്ങൾക്ക് വേണ്ട. സ്തോത്രം. എന്ത് സംഭവിച്ചു ദൈവമക്കളെ? സാന്നിധ്യം ഇറങ്ങിയാൽ, ആമേ, ആ പ്രസൻസിനകത്ത് നിന്നാൽ, ഇന്റിമസിയിലേക്ക് വന്നാൽ, ആമേ, വചനം പറയുന്നു, ദാനിയേലിന്റെ പ്രവാചക പുസ്തകം വായിച്ചാൽ പറയാ കേൾക്കാൻ പറ്റും. ആമേ. സ്തോത്രം. 10 ഇരട്ടി പുഷ്ടി. എല്ലാരും കേട്ടോ, 10 ഇരട്ടി പുഷ്ടി. എല്ലാരെയും കൂടെ നിർത്തിയപ്പോ ആമേ, പച്ചവെള്ളവും ശാഖപദാർത്ഥവും കഴിച്ചവന് 10 ഇരട്ടി പുഷ്ടി. ഇന്ന് രാത്രി കേട്ടോ, സ്തോത്രം, നിന്റെ ലൈഫിനകത്ത് ദൈവം ഒരു 10 ഇരട്ടി പുഷ്ടി തരാൻ പോവാ. ആമേ. പരിശുദ്ധാത്മാവ് ചിലരോട് ആലോചന പറയുന്നു, കൂട്ടുകാരിൽ പരമായ ആനന്ദ തൈലം കൊണ്ട് ഞാൻ നിന്നെ അഭിഷേകം ചെയ്യാൻ പോകുക. സ്തോത്രം. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം പറയാ, നിന്റെ കൂട്ടുകാരി പോകുന്നത് പോലെയല്ല. അവന്റെ ദർശനം വേറെയാ, അവന്റെ സ്വപ്നം വേറെയാ. നിന്നെ ഒരു സ്പെഷ്യലായിട്ടാ ദൈവം നിർത്തി. സ്തോത്രം. ആമേൻ. അവർ പറയുന്നു നീ എങ്ങും എത്തപ്പെട്ടിട്ടില്ല, എന്നാൽ ദൈവം പറയുന്നു നീ ഓൺ പ്രോസസ്സിലേക്കാ. സ്തോത്രം. ആമേ. പ്രാർത്ഥിച്ചപ്പോ പ്രിയ ആന്റി പറഞ്ഞു, ദർശനത്തിലേക്ക് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുക. ആമേ. നോ മോർ ഡിലേസ്. ആമേ. അത് താമസിക്കത്തില്ല, അത് വരും നിശ്ചയം. ആമേൻ. ഇന്ന് രാത്രി കേൾക്കുന്ന ദൈവമക്കൾ ഏറ്റെടുക്കട്ടെ. എന്റെ കർത്താവിനെ എനിക്ക് തൊട്ടറിയണം, എനിക്ക് കേട്ടറിയണം. അത് ഇന്ന് രാത്രി ഞാൻ മൊത്തം പറയാ. ഇന്ന് രാത്രി ഓൾ നൈറ്റ് ആയിട്ട് ഞാൻ പറയാ, എന്റെ കർത്താവിനെ എനിക്ക് തൊട്ടറിയണം, എനിക്ക് കേട്ടറിയണം, എനിക്ക് അവനെ, സ്തോത്രം, ആമേ, അനുഭവിച്ചറിയണം. അതാണ് ഇന്ന് രാത്രിയിലത്തെ ഏറ്റവും വലിയ സന്ദേശം. സ്തോത്രം. ആമേ. കർത്താവിനെ എങ്ങനെ അറിയാൻ പറ്റും? ആഹാബിന്റെ മുഖത്ത് നോക്കി ഒരു ദൂത് പറയുക. ആമേ. ഏലിയാവ് വിളിച്ചു പറഞ്ഞു, ഇനി ഞാൻ പറഞ്ഞല്ലാതെ ആണ്ടുകളിൽ മഞ്ഞും മഴയും ഉണ്ടാകത്തില്ല. കർത്താവ് പറഞ്ഞു, ഓടിക്കോളാൻ പറഞ്ഞു. ദൂത് പറഞ്ഞ് ഓടുക. സ്തോത്രാഴ്ച പോലും മേടിക്കാതെ ഓടുക. സ്തോത്രം. രാജകൊട്ടാരത്തിൽ ചെന്ന് ദൂത് പറഞ്ഞ് സ്തോത്ര കാഴ്ച കിട്ടാതെ പാസ്റ്ററെ ഓടുക. സ്തോത്രം. ആമേ. എങ്ങോട്ടാ ഓടുന്നേ? കെരീത്ത് തോട്ടിലേക്ക് ഓടുക. നീ അവിടെ പോയി ഇരുന്നോ, ആരും നിന്നെ കാണത്തില്ല. ആമേൻ. ആരും നിന്നെ കാണാതെ വണ്ണം ഞാൻ നിന്നെ മറയ്ക്കും. ഓ, എത്ര പേർക്ക് ആ ഇന്റിമസിയിലേക്ക് വരാൻ താല്പര്യമുണ്ട്? കർത്താവുമായിട്ടൊരു ഇന്റിമസിയിലേക്ക് വരാം. ഇന്നത്തെ പ്രസംഗ വിഷയം കർത്താവുമായിട്ടുള്ളൊരു ഇന്റിമസിയിലേക്ക് വരണമെന്നുള്ളൊരു ദൂത. ജനം കർത്താവുമായിട്ടുള്ളൊരു അഭേദ്യ ബന്ധത്തിലേക്ക് വരണം. ഈ 1 മണിക്കൂറോ 2 മണിക്കൂറോ ഉള്ള അഭേദ്യ ബന്ധമല്ല, 24 മണിക്കൂർ കർത്താവുമായിട്ടുള്ളൊരു അഭേദ്യ ബന്ധത്തിലേക്ക് വരാൻ നമ്മൾ തയ്യാറായാൽ, സ്തോത്രം, നടക്കാൻ പോകുന്ന കാര്യം പറയാ, പറന്നിറങ്ങും. ആര്? കാക്ക പറന്നിറങ്ങും. കേൾക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അനുഭവമുള്ള അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കൾ ഈ മീറ്റിങ്ങിനകത്തുണ്ട്. അനുഭവമുള്ള അനുഗ്രഹിക്കപ്പെട്ട അഭിഷിക്ത ദൈവദാസന്മാർ ഈ മീറ്റിങ്ങിനകത്തുണ്ട്. ഞാൻ പറയട്ടെ, പറന്നിറങ്ങിയില്ലേ കർത്താവിന്റെ കാക്ക? കഴിഞ്ഞ നാളുകളിൽ നിന്റെ വീടിനെ നോക്കി അഡ്രസ് മാറിപ്പോയില്ലല്ലോ. നിന്റെ വീട്ടിലേക്ക് വരേണ്ട സകലതും ആ കാക്ക ഇറങ്ങിയില്ലേ? എത്ര പേർ കേൾക്കുന്നുണ്ട്? യേശുവിന്റെ നാമത്തിൽ ആമേ. മറന്നു പോകരുത്. അതാത് സമയത്ത് ഇറങ്ങി വന്നില്ലേ അവൻ? ആമേ. സ്തോത്രം. ആമേ. അവന്റെ ദയ ഓർത്ത് നമുക്ക് കരങ്ങളെ ഉയർത്തി ഒന്ന് ദൈവത്തെ സ്തുതിക്കാ. ഹല്ലേലൂയ. സ്തോത്രം. ആമേ. പറന്നിറങ്ങും. എത്ര പേർ കേൾക്കുന്നുണ്ട്? സ്തോത്രം. എനിക്ക് പറയാൻ ലജ്ജയില്ല. സ്തോത്രം. 10 രൂപ സ്തോത്ര കാഴ്ച ഇടാനില്ലാതെ
പോക്കറ്റ് കാലിയായപ്പോൾ കാക്ക പറന്നിറങ്ങിയിട്ടുണ്ട്. എത്ര പേർ കേൾക്കുന്നുണ്ട്? ഇന്ന് രാത്രി ആ അനുഭവമുള്ള ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ് യേശുവിന്റെ നാമത്തിൽ. ഞാൻ ജനിച്ചു വീണത് ജർമ്മനിയിലൊന്നും അല്ല. സ്തോത്രം. ഞാൻ ജനിച്ചു വീണത് കേരളത്തിലാ. ഞാൻ വളർന്നത് കേരളത്തിലാ. ഞാൻ 10 വർഷം ചർച്ച് മിനിസ്ട്രി ചെയ്തത്, 10 വർഷം നാട്ടില് ചർച്ചിന്റെ പാസ്റ്ററായിട്ടിരുന്നതാ. അനുഭവം എനിക്കുണ്ട്. സ്തോത്രം. സമൃദ്ധിയിലല്ല. സ്തോത്രം. കർത്താവ് എന്നെ കൊണ്ടുവന്നത് അനുഭവത്തോടെയാ. കർത്താവിനെ കൊണ്ടുവന്നത്. ഞാനൊരു ആത്മാവിൽ പറയാ, സ്തോത്രം. കെരീത്ത് തോട്ടിൽ ഇരിക്കാൻ പറഞ്ഞാൽ അവിടെ ഇരുന്നോണം. സാന്നിധ്യം നിന്നെ തേടി വന്നോളൂ. സ്തോത്രം. എത്ര പേർക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട്? യേശുവിന്റെ നാമത്തിൽ ആ ഒരു ഇന്റിമസിയിലേക്ക് വാ. സ്തോത്രം. കർത്താവ് അടുത്തത് പറയുകയാണ്, നീ സാറാഫാത്തിലേക്ക് പോകണം. അവിടെ ഒരു സഹോദരി വിധവ സ്തോത്രം കുഞ്ഞുമായി മരിക്കാൻ, അവസാനത്തെ ആഹാരവും കഴിച്ച് മരിക്കാനിരിക്കുകയാ. നീ അവിടേക്ക് പോകണം. എന്നോടാ പറഞ്ഞെങ്കിൽ ഞാൻ ആദ്യം നോക്കും ആ ചർച്ച എങ്ങനെയുണ്ട്, വരുമാനം എങ്ങനെയുണ്ട്, സ്തോത്രം. മാസം എത്ര ശമ്പളം ഉണ്ട്, സ്തോത്രം. എൻ്റെ കാറ് പാർക്ക് ചെയ്യാനുള്ള സ്ഥലമുണ്ടോ, സ്തോത്രം. അവിടുത്തെ കമ്മിറ്റിക്കാര് കുഴപ്പക്കാരാണോ, സ്തോത്രം. അവിടെ സ്തോത്രം അടിയും വഴക്കും ഉണ്ടോ, ഹിസ്റ്ററി ഫുള്ള് നമ്മൾ എടുത്തിട്ടേ നമ്മൾ പോകത്തുള്ളൂ. സ്തോത്രം. ഏലിയാവിന് ഹിസ്റ്ററി കൊടുത്തു. അവിടെ പോയാൽ നിനക്ക് പച്ചവെള്ളം പോലും കിട്ടത്തില്ല, കാരണം അവിടെ ഒന്നും ഇല്ല. പക്ഷെ ഞാൻ കർത്താവ് പറഞ്ഞു, നീ കെരീത്ത് തോട്ടി ഇരുന്നപ്പോ നിനക്ക് ആഹാരം ഞാൻ തന്നില്ലയോ? അവിടെ നിനക്ക് വേണ്ടി കലത്തിലെ മാവ് ലേശം കുറയത്തില്ല, എണ്ണ ലേശം കുറയത്തില്ല. എത്ര പേർക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട്? സാന്നിധ്യത്തെ ചലിക്കാൻ തുടങ്ങിയാൽ പരിശുദ്ധാത്മാവ് എനിക്ക് വചന വെളിപ്പാട് തരുന്നു. ആരോ പ്രാർത്ഥിച്ച് ഇന്ന് രാത്രി കേറിയിട്ടുണ്ട്. ഒരു മേഘം വന്ന് നിങ്ങളുടെ വീടിനെ മൂടുകയാ. പകൽ മേഘസ്തംഭം, രാത്രി അഗ്നിസ്തംഭത്തിനകത്തിരുന്ന തന്റെ ഭക്തന്മാരുടെ കാലിലെ ചെരുപ്പ് ജീർണിച്ചു പോയില്ല, വസ്ത്രം ജീർണിച്ചു പോയില്ല. എന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം എന്തുവാ? സ്തോത്രം. നമ്മളെങ്ങാണ് 1.5 മണിക്കൂർ ഇട്ട ഡ്രസ്സ് പിന്നെ പിറ്റേ ദിവസം ഇടാൻ കൊള്ളത്തില്ല. സ്തോത്രം. അടി തൊട്ട് മുടി വരെ പെർഫ്യൂം അടിച്ച് നമ്മൾ കൊണ്ടു നടക്കുക. സ്തോത്രം. എന്നാൽ തന്റെ ഭക്തന്മാർ സാന്നിധ്യത്തിനകത്ത്, ഇന്റിമസിക്കകത്ത് കയറിയപ്പോൾ, ദൈവവുമായിട്ടുള്ള ഒരു അഭേദ്യ ബന്ധത്തിലേക്ക് വന്നപ്പോൾ, സ്തോത്രം, എന്താ സംഭവിച്ചത്? അവരുടെ മുമ്പിൽ ചെങ്കടല് മുമ്പിൽ വന്നാൽ അവർ പറയും, എന്റെ കർത്താവ് വഴി തുറക്കും. എല്ലാരും കേട്ടോ? ചെങ്കടലിൽ വഴി തുറന്നതുപോലെ ചില വഴികൾ ചില തലമുറകൾക്ക് വേണ്ടി ദൈവം തുറന്നിടാൻ പോവുക. യേശുവിന്റെ നാമത്തില് അവരുടെ ഭാവിയെ ബന്ധിച്ച ചില ബന്ധനങ്ങൾ ഇന്ന് രാത്രി കർത്താവ് അഴിച്ചു മാറ്റുന്നു. ഈ വചനത്തിന്റെ വെളിപ്പാടോടെ പരിശുദ്ധാത്മാവ് ചില ബന്ധനങ്ങളെ അഴിച്ചു മാറ്റുന്ന വെളിപ്പാട് കണ്ടോണ്ട് കർത്താവിന് മഹത്വം കൊടുക്കാൻ കഴിവുള്ളവർ ഇന്ന് രാത്രി ഏറ്റെടുക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ നിന്റെ ഗമനത്തിന് തടസ്സമായി നിൽക്കുന്ന ചില ഇരുളിന്റെ പോരുകൾ ഇന്ന് രാത്രി വചന ശുശ്രൂഷയിൽ അഴിഞ്ഞു മാറുകയാണ്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ പിന്തുടരും, പിടിക്കും, കൊള്ള പങ്കിടുമെന്ന് പറഞ്ഞ് എത്ര പറപൂന്യ സൈന്യം പുറകെ വന്നാലും പുറകെ കൂടിയാലും ഇന്ന് രാത്രി പ്രാർത്ഥിക്കുന്ന അഭിഷക്തന്മാരെ, പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ ഉറക്ക വിളിച്ചു പറയോ, ഇന്നു കണ്ട മിസ്രയീമിനെ ഇനി ഞങ്ങൾ ഒരു നാളും കാണുകയില്ല. ഉറക്ക വിളിച്ചു പറ, എന്നോട് ചേർന്ന് വിളിച്ചു പറ, ഇന്നു കണ്ട മിസ്രയീമിനെ ഇനി ഞങ്ങൾ ഒരു നാളും കാണുകയില്ല. ഇന്നലകളിൽ നിന്നെ വേദനിപ്പിച്ചവർ കാണൂ, ഇന്നലകളിൽ നിന്നെ ഒറ്റപ്പെടുത്തിയവർ കാണൂ, ഇന്നലകളിൽ പിന്തുടരും, പിടിക്കും, കൊള്ള കണ്ടിടും, നിന്നെ മുന്നോട്ട് വിടത്തില്ലെന്ന് പറഞ്ഞ് ഒരു സൈന്യം നിനക്ക് നേരെ പാളയം ഇറങ്ങിയാലോ ഇന്ന് രാത്രി കർത്താവ് വിളിച്ചു പറയുന്നു, ഇല്ല. വാഗ്ദത്തം തന്നവൻ വാഗ്ദത്ത കനാനിൽ എത്തിക്കുന്നിടം വരെ നിന്റെ കരത്തിൽ പിടിക്കും. വിശ്വസിക്കുന്ന ദൈവജനം ആർത്തു വിളിച്ച് ഇന്ന് രാത്രി ദൈവത്തെ സ്തുതിക്കുമ്പോൾ ആത്മാവ് വിളിച്ചു പറയുന്നു, കെരീത്ത് തോട്ടിൽ മാത്രമല്ല, സാറാഫാത്തിൽ നിന്നെ നടത്താൻ, ആഹാബിന്റെ രഥത്തിന് മുന്നേ ഓടാൻ, അഭിഷേകം നിന്റെ മേൽ പകരാൻ, ആ സാന്നിധ്യത്തിനകത്ത് നിൽക്ക്. സ്വത്ര ഇസബേലിയ വ്യാപാര ശക്തികൾ തലയെടുക്കുമെന്ന് പറഞ്ഞപ്പോ ചൂരച്ചെടിയുടെ തണലിൽ പോയി കിടന്നപ്പോ കർത്താവ് പറഞ്ഞു, മോനെ, എന്റെ സാന്നിധ്യം നിന്റെ മേൽ ഞാൻ തരാൻ ആഗ്രഹിക്കുന്നു, ഞാനുണ്ട്. അടയും വെള്ളവും കുടിച്ചോ, നീ എഴുന്നേൽക്ക്, ഓട് ഓട് ഓട്, പിന്നെയും കിടന്നുറങ്ങുമല്ല, എഴുന്നേൽക്ക് എഴുന്നേൽക്ക് എഴുന്നേൽക്ക്. ഇന്ന് രാത്രി കർത്താവ് ചിലരെ തട്ടി ഉണർത്തി പറയുക, എഴുന്നേക്ക് 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 എഴുന്നേക്ക്, സാന്നിധ്യം ഇറങ്ങുന്നു, നീ എഴുന്നേൽക്ക്. നീ ആയിരിക്കും, എവിടാ നിന്നെ പിടിച്ചിരുത്തിയേ, ഏത് ശക്തിയാ നിന്നെ പിടിച്ചിരുത്തിയേ, ഏത് വിഷയമാ നിന്നെ പിടിച്ചിരുത്തിയേ, നീ അവിടെ നിന്ന് സടകുടഞ്ഞൊന്ന് എഴുന്നേൽക്ക്. പൊടി കുടഞ്ഞു കളയുന്നത് പോലെ ചിലത് കുടഞ്ഞു കളഞ്ഞ് നീ എഴുന്നേൽക്ക്. നീ പോലും അറിയാതെ കയ്യിൽ പറ്റിപ്പിടിച്ച അണലിയെ ആ തീക്കകത്തേക്കൊന്ന് കുടഞ്ഞു കളഞ്ഞിട്ട് നീ
നീയൊന്ന് എഴുന്നേൽക്ക്. പുബ്ലിയോസിന്റെ വീട്ടിൽ ദൈവപ്രവർത്തിക്കായി ദൈവത്തിന് നിന്നെ ഉപയോഗിക്കാനുണ്ടെന്ന് പരിശുദ്ധാത്മാവ് ആലോചന പറയുക. സാന്നിധ്യത്തിനകത്ത് നിന്നാ പിന്നെ എന്നാ ഗുണമുണ്ട്? ആമേ മുറ്റത്തിറങ്ങി നിന്നാ മതി. ആമേ മഞ്ഞിൽ പൊതിഞ്ഞ മന്ന വീട്ടുമുറ്റത്ത്. എല്ലാരും കേട്ടോ, ഇങ്ങനെ ജീവിക്കാൻ എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട്? വിശ്വസിക്കുന്നവർക്ക് വേണ്ടി മാത്രമുള്ള ഒരു ദൂതാണ് ഇന്ന് രാത്രി പരിശുദ്ധാത്മാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി മാത്രമുള്ള ദൂത, ബുദ്ധി കൊണ്ട് ഏറ്റെടുക്കുന്നവർക്കുള്ള ദൂതല്ല. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി, യേശുവിൽ ആമേ 100% വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ദൂത് പറയുക. നിന്റെ വീട്ടുമുറ്റത്ത് ആമേ മഞ്ഞിൽ പൊതിഞ്ഞ മന്നയെ കൊടുക്കാൻ എന്റെ ദൈവത്തിന് കഴിവുണ്ടെങ്കിൽ നിന്റെ വിഷയത്തെ പ്രവർത്തിക്കാൻ എന്റെ ദൈവത്തിന് കഴിവുണ്ട്. ഇൻവൈറ്റ് ചെയ്യണം. ആരെ ഇൻവൈറ്റ് ചെയ്യണം? കർത്താവിനെ ഒന്ന് വീട്ടിലേക്ക് ഇൻവൈറ്റ് ചെയ്യേ. കർത്താവിനെ ജീവിതത്തിലേക്ക് ഒന്ന് ഇൻവൈറ്റ് ചെയ്യേ. വാ കർത്താവേ, എന്റെ അടുത്തേക്കൊന്ന് വാപ്പാ, നീ എന്റെ വീട്ടിലേക്കൊന്ന് വാപ്പാ. ഓ ഹല്ലേലൂയ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ആമേൻ. എത്ര പേർ കേൾക്കുന്നുണ്ട്? സ്തോത്രം. ആമേൻ, ആമേൻ. കയ്യെത്തും ദൂരത്ത് കാടപ്പക്ഷിയെ പറത്തി നിർത്തി കൊടുത്ത കർത്താവ് നമ്മുടെ കർത്താവ്. എത്ര പേർ കേൾക്കുന്നുണ്ട്? വ്യവസ്ഥയ്ക്കനുസരിച്ച് നിന്നാൽ സ്ഥിതിയെ മാറ്റുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. എത്ര പേർ കേൾക്കുന്നുണ്ട്? വ്യവസ്ഥയ്ക്കനുസരിച്ച് നിന്നാൽ, തീരുമാനത്തിനനുസരിച്ച് നിന്നാൽ ദൈവം തന്റെ ജനത്തിന്റെ സ്ഥിതി മാറ്റും. യാക്കോബ് സന്തോഷിക്കും, ഇസ്രായേൽ ആനന്ദിക്കും. എത്ര പേർ കേൾക്കുന്നുണ്ട്? സ്തോത്രം. ഇവർ മഹാകഷ്ടത്തിൽ നിന്ന് വന്നവർ, കുഞ്ഞാടിന്റെ രക്തത്താൽ തങ്ങളുടെ അങ്കി അലക്കി വെളുപ്പിച്ചവർ. ആമേൻ. ആ ശബ്ദം കേൾക്കണമെങ്കിൽ, വിശുദ്ധന്മാരുടെ കൂട്ടത്തിനകത്ത് വരണമെങ്കിൽ ദൈവസഭയ്ക്കകത്ത് വിശുദ്ധി വേണം. ദൈവസഭയ്ക്കകത്ത് അശുദ്ധി കയറാൻ പാടില്ല. ആമേൻ. ഒരു വാക്യം പറയാൻ പോവാ. ആമേൻ. ഈ കണ്ണുകൊണ്ട് കണ്ടതും തൊട്ടതും ആമേൻ സ്തോത്രം കേട്ടതുമായ ജീവന്റെ വചനം സംബന്ധിച്ചെന്നുള്ള കുറിവാക്യത്തിൽ നിന്ന് അല്പം താഴോട്ടിറങ്ങി 5-ാമത്തെ വാക്യം, ദൈവം വെളിച്ചമാകുന്നു, അവനിൽ ഇരുട്ട് ഇല്ല. ദൈവം വെളിച്ചമാകുന്നു, അവനിൽ ഇരുട്ടില്ല. ഇന്ന് രാത്രി പ്രാർത്ഥിക്കാൻ വലിയൊരു വിഷയം നമ്മൾ കൊണ്ടുവരാൻ പോവാ. എല്ലാരും ഇന്നത്തെ മീറ്റിംഗ് ഒരു അസാധാരണ മീറ്റിംഗാ. എല്ലാരും കേട്ടോ. വലിയൊരു മേഖലയെ പരിശുദ്ധാത്മാവ് തുടച്ചു മാറ്റുന്നു. ഇരുട്ടിനെ കർത്താവ് എടുത്തു മാറ്റി വെളിച്ചം ദൈവം തരാൻ പോവാ. വിശ്വസിക്കുന്ന ദൈവജനം ഇന്ന് രാത്രി പ്രാർത്ഥിക്കേണ്ട വലിയൊരു സബ്ജക്റ്റ് ഞാൻ പറയാം. ഇരുട്ട് വ്യക്തിപരമായ ജീവിതത്തിൽ കയറിയാൽ, സ്തോത്രം, അവിടെ 3 കാര്യം സംഭവിക്കും. 3 കാര്യം. കള്ളൻ വരുന്നത് അറക്കാന്, മുടിക്കാന്, മോഷ്ടിക്കാന്. ഈ 3 കാര്യം സംഭവിക്കും. എന്നാൽ വെളിച്ചം വന്നാൽ, സ്തോത്രം, കർത്താവ് വന്നാൽ ജീവൻ, സമൃദ്ധിയായ ജീവൻ. ഇന്ന് രാത്രി അറത്തുകൊണ്ടുപോയത്, മുടിച്ചു കൊണ്ടുപോയത്, സ്തോത്രം, മോഷ്ടിച്ചോണ്ട് പോയത് ഇന്ന് രാത്രി തിരികെ പിടിക്കണമെങ്കിൽ ദൈവത്തിങ്ക മടങ്ങി വന്ന്, ഇന്റിമസിയിലേക്ക് മടങ്ങി വന്നിട്ട് ഒരു കാര്യം ചെയ്യണം. എന്നാ ചെയ്യണം? അഭിഷേകമുള്ള എത്ര പേര് ഇവിടെ ഉണ്ട്? കർത്താവിന്റെ അഭിഷേകമുള്ള എത്ര പേര് ഇവിടെ ഉണ്ട്? അഭിഷേകം പ്രാപിക്കാത്തവരെല്ലാം അഭിഷേകം പ്രാപിക്കണം. സ്തോത്രം. അഭിഷേകം പ്രാപിക്കണം. അഭിഷേകം പ്രാപിക്കണം. അഭിഷേകം പ്രാപിച്ചവരുണ്ടെങ്കിൽ ഞാൻ പറയാ, സ്തോത്രം, അവരെ നോക്കിക്കൊണ്ട് അഭിഷേകം പ്രാപിച്ചവരോട് മാത്രം പറയുക. അഭിഷേകം പ്രാപിച്ചവരോട് മാത്രം പറയുക. സ്തോത്രം. അടുത്തത് നിങ്ങൾ ചെയ്യേണ്ടത് എന്നാ അറിയാവോ? നമ്മൾ ചെയ്യേണ്ട ഏറ്റവും വലിയ കാര്യം, ബലവാനെ പിടിച്ചു കെട്ടണം. ബലവാനെ പിടിച്ചു കെട്ടണം. എത്ര പേർ കേൾക്കുന്നുണ്ട്? ബലവാനെ പിടിച്ചു കെട്ടണം. സ്തോത്രം. ഇത് കേൾക്കാൻ രസവാ, കേൾക്കാൻ രസവാ, പ്രസംഗിക്കാനും രസവാ. ഇന്ന് വരെ ഈ ഇത്രയും വർഷമായി കൈയടിക്കുന്നുണ്ട്, ആത്മാവി പാടുന്നുണ്ട്, ആരാധിക്കുന്നുണ്ട്. ഒരു ദിവസമെങ്കിലും ബലവാനെ പിടിച്ചു കെട്ടി ആരെങ്കിലും ഇതിനകത്തുണ്ടോ? ഇനി അത് കഴിഞ്ഞിട്ട് മതി ഇന്ന് ദൂത്. സ്തോത്രം. ഒരു ദിവസമെങ്കിലും ബലവാനെ പിടിച്ചു കെട്ടി ആരെങ്കിലും ഉണ്ടോ? സ്തോത്രം. കയ്യും കെട്ടി ഇരിക്കാനല്ല, ബലവാനെ കണ്ടിട്ട് അതിനെ പിടിച്ചു കെട്ടണം. നിങ്ങൾ ഭൂമിയിൽ കെട്ടിയാൽ, ഈ ഇടയ്ക്ക് ഒരാൾ എൻ്റെ അടുത്ത് പറയുക, സ്തോത്രം, മീറ്റിംഗ് തീരാറായോ, ആൾക്കാരൊക്കെ ഇറങ്ങിപ്പോന്നു, ഇത് ഓൺലൈറ്റ് പറയാറല്ലയോ? സ്തോത്രം. കേട്ടോ. സ്തോത്രം. തമാശ പറഞ്ഞു, ഞാൻ പെട്ടെന്ന് നിർത്താം. ഈ ഇടയ്ക്ക് കുറെ പേര് പറഞ്ഞു, പിടിച്ചു കെട്ടുന്നത് മൊത്തം കൂടെ ആരാധിക്കുന്ന വിശ്വാസികളെ പിടിച്ചു കെട്ടിക്കൊണ്ടിരിക്കുക. എടാ, ബോധമില്ലാത്ത ആൾക്കാരെ നീ എതിർ പ്രാർത്ഥന നടത്തി കൈയടിച്ചോണ്ടിരിക്കുക. മുടിഞ്ഞു പോണേ. അന്യഭാഷയല്ല ഇപ്പം
പറയുന്നത്. സ്വോത്രം, കൂടിയിരിക്കുന്നവൻ മുടിഞ്ഞു പോണേ, അവന്റെ തലമുറ കാനഡയെ പോവല്ലേ, അവന്റെ തലമുറ ഓസ്ട്രേലിയ പോവല്ലേ, അവന്റെ തലമുറ പോന്നതിന് മുമ്പേ എന്റെ തലമുറ പോണേ. അന്യഭാഷ പറഞ്ഞ് ആരാധിക്കേണ്ട സമയത്ത് കൈയടിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക. സ്വോത്രം, മടങ്ങി വരണം. ഞാനിങ്ങനെ പറഞ്ഞു പോകും. സ്വോത്രം, ആമേ തീർത്ത് പറഞ്ഞു പോകും. പക്ഷേ ആമേ അടുത്ത മീറ്റിങ്ങിൽ ആൾക്കാർ കയറണമല്ലോ. സ്വോത്രം, എന്തിനാ ഈ ദൈവദാസനെ വിളിച്ചതെന്ന് ചോദിക്കും. ഞാൻ പെർഫെക്റ്റായി നിന്നുകൊണ്ടൊന്നും അല്ല പറയുന്നേ, ഞാനും മാനസാന്തരപ്പെടാനുണ്ട്. ആമേ നമ്മളെല്ലാവരും മാനസാന്തരപ്പെടാനുണ്ട്. സ്വോത്രം, ഞാൻ എന്തോ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് ആമേ പുണ്യാളനായിട്ടല്ല പറയുന്നേ. നമുക്കെല്ലാവർക്കും മാനസാന്തരപ്പെടാം. നമുക്കെല്ലാവർക്കും ചേർന്ന് കർത്താവിന്റെ അടുക്കലേക്ക് ചെല്ലാം. ആമേ അവന്റെ ഇന്റിമസിയിലേക്ക് ചെന്നിട്ട് പറയാം, കർത്താവേ ഞാൻ അടുത്ത് വരുക. ആര് വന്നില്ലേലും യോഹന്നാനെ പോലെ ഞാൻ അടുത്ത് വരിക. ക്രൂശിന്റെ അടുക്കലോളം അടുത്തു വരാൻ ധൈര്യം കാണിച്ച യോഹന്നാൻ. സ്വോത്രം, എല്ലാരും മാറി നിന്ന് പിന്മാറ്റത്തിലേക്ക് പോകുമ്പോൾ യോഹന്നാൻ പറയാ, ഞാൻ പിന്മാറ്റത്തിലില്ല, എന്നെ വിളിച്ച കർത്താവിങ്കിലേക്ക് ഞാൻ അടുത്തു വരിക. എത്ര പേർ കേൾക്കാൻ പറ്റുന്നുണ്ട്? പത്മോസിന്റെ ഏകാന്തതയിലാണെങ്കിലും അടുത്തു വരാൻ താല്പര്യമുണ്ടെങ്കിൽ അത്ഭുതങ്ങളെ കാണാൻ കഴിയും. എന്റെ കർത്താവിന്റെ അടുത്തോട്ടൊന്ന് വാ. ആമേൻ. അവന്റെ ആ 10,000 സുന്ദരനായി അവനെ ഒന്ന് കാണാം. അവനെ ഒന്ന് അറിയ്. അവന്റെ അത്ഭുതം. ഞാൻ പറയാറുണ്ട്, കർത്താവിനെ ആരാധിക്കുന്ന എങ്ങനെ ആരാധിക്കണമെന്നറിയോ? അവന്റെ മഹത്വം അറിഞ്ഞ് ആരാധിക്കണം. ഓ ഗ്ലോറി, അവൻ ആരാന്നറിഞ്ഞ് ആരാധിക്കണം. സ്തോത്രം. ആമേ, ഇന്ന് വെളിപ്പാടൊക്കെ പോയിട്ട് ഇപ്പം ആമേ സ്തോത്രം, ആമേ ഗ്ലോറി ഹല്ലേലൂയ ഒക്കെ വെറും ചടങ്ങ. സ്തോത്രം. എന്താ ഇങ്ങനൊന്നും ഞാൻ പ്രസംഗിക്കാറില്ല. സ്തോത്രം, ഇത് യൂട്യൂബിനകത്തും കിടക്കുമെന്ന് എനിക്കറിയാം. പക്ഷെ ഞാനൊരു ദൂത് പറയാ. സ്തോത്രം. ആമേ, യേശുവിന്റെ നാമത്തിൽ നീ ആരാധിക്കുന്നെങ്കിൽ, കർത്താവിനെ ആരാധിക്കുന്നെങ്കിൽ അവൻ ആരാന്നറിഞ്ഞവനെ ആരാധിക്കണം. അവനെ പ്രസംഗിക്കുന്നെങ്കിൽ അവൻ ആരാന്നറിഞ്ഞവനെ പ്രസംഗിക്കണം. സ്വോത്രം. ആമേ, ഞങ്ങൾ കണ്ണുകൊണ്ട് കണ്ടു, ഞങ്ങൾ ചെവി കൊണ്ട് കേട്ടു, ഞങ്ങളുടെ കരം കൊണ്ട് തൊട്ടു. ആമേ, ആ ജീവന്റെ വചനം സംബന്ധിച്ച് ഇന്ന് ഇരുട്ട് മാറാൻ പോവാ. എത്ര പേർ പ്രാർത്ഥിക്കാൻ തയ്യാറാകുന്നുണ്ട്? ഇരുട്ട് വരെ. ആമേ, നിങ്ങളിൽ പാപമില്ല എന്ന് പറഞ്ഞാൽ യോഹന്നാന്റെ ലേഖനം 1-ാം അധ്യായത്തിൽ യോഹന്നാൻ 1-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വാക്യം ധ്യാനിക്കണമെന്ന് വിചാരിച്ചാ കേറിയത്. പക്ഷെ ഇപ്പോഴേ നിർത്താനാ തോന്നുന്നേ. ആമേ, കാര്യം അറിഞ്ഞ സ്തോത്രം, നമുക്ക് പാതിരാത്രിയായി നാട്ടില്. സ്തോത്രം. ആമേ, രാത്രി നിങ്ങളറിയാവോ, ഞാന് ഇന്നലെ രാത്രി 2:30 ജർമ്മൻ ടൈം രാത്രി 2:30 വെളുപ്പാങ്കാലം 2:30 തൊട്ട് 3:30 വരെ ഒരു സൂം മീറ്റിംഗ് പ്രസംഗിച്ചു. ആമേ സ്തോത്രം. കർണാടക IPCയിലെ 120 പാസ്റ്റർമാർ ഒരുമിച്ച് കൂടിയ ഒരു മീറ്റിംഗ്. സ്തോത്രം. 120 പേര് കയറിയില്ല, 96 പേരുണ്ടായിരുന്നു. 120 പേര് ഉള്ള ഒരു സെന്റർ അത്. സ്തോത്രം. ഞാൻ അതിനകത്ത് പ്രസംഗിക്കാൻ ഏറ്റത് ഞാൻ വൈകിട്ടാന്ന് വിചാരിച്ചു പ്രോഗ്രാം കൊടുത്തതാ. സ്തോത്രം. അവര് രാവിലെ 5 മണി തൊട്ട് 7 മണി വരെയുള്ള മീറ്റിങ്ങിന് എന്നെ വിളിച്ച്. പോസ്റ്റർ ശ്രദ്ധിക്കാൻ പറ്റിയില്ല. രാത്രി കിടക്കാൻ നോക്കിയപ്പോ പോസ്റ്റർ നോക്കിയപ്പോ ആമേ രാവിലെയോ ഞാൻ ടൈം നോക്കിയപ്പോ ഇവിടെ വെളുപ്പാങ്കാലം 2:30 മണി തൊട്ട് 3:30 മണി വരെ പ്രസംഗിക്കണം. സ്തോത്രം. രാത്രി ഉറങ്ങിയില്ല, ആത്മാവി പ്രാർത്ഥിക്കാൻ തുടങ്ങി. കർത്താവെ ഉപയോഗിക്കണം. തന്റെ ദാസന്മാർ 96 പാസ്റ്റർമാർ കയറിയിരിക്കുക. ആമേ, ഉപയോഗിക്കണേ. പ്രാർത്ഥിച്ചു, ദൂത് കൊടുത്തു. സ്തോത്രം. ഞാൻ ആത്മാവി പറയട്ടെ. സ്തോത്രം. ഓടാൻ നമുക്ക് കർത്താവ് കാല് തന്നെങ്കിൽ ഓടണം. ആമേ, സംസാരിക്കാൻ അവനെ പ്രസംഗിക്കാൻ കിട്ടിയ അവനെ പ്രസംഗിക്കണം. അവന് വേണ്ടി നിൽക്കാൻ ഒരു അവസരം കിട്ടിയാൽ നിൽക്കണം. സ്തോത്രം. നിലനിൽക്കുന്നത് അത് മാത്രമേ ഉള്ളൂ. ആമേ സ്തോത്രം. ഇവിടെ ലക്ഷങ്ങൾ ഉണ്ടാക്കിയാലും കോടികൾ ഉണ്ടാക്കിയാലും ഇവിടം കൊണ്ട് അവസാനിക്കും. കർത്താവിന് വേണ്ടി ചെറുവരൾ അനക്കിയിട്ടുണ്ടെങ്കിൽ പ്രതിഫലം നീയും നിന്റെ കുടുംബവും അനുഭവിക്കും. നല്ലവനും വിശ്വസ്തനുമായ ദാസനെ എന്നുള്ള ആ നല്ല പേർവിളി കേൾക്കാനിടയായി തീരും. എത്ര പേർ ആഗ്രഹിക്കുന്നു ദൈവമക്കളെ, എന്റെ വീട്ടിനകത്ത് ഇരുട്ടിരിക്കാൻ പാടില്ല? എത്ര പേർ കേൾക്കുന്നുണ്ട്? ഇരുട്ടിരിക്കാൻ പാടില്ല. ഇരുട്ടിനെ ക്ഷണിച്ചു വരത്താൻ ഒറ്റ സെക്കൻഡ് മതി. ആകാത്തൊരൊറ്റ വാക്ക് വീട്ടിനകത്ത് മുഴങ്ങിക്കേട്ടാ മതി, ഇരുട്ടിങ്ങ് കയറി വരും. ക്ഷണിക്കാത്ത അതിഥിയാണ് പിശാച്. ആമേ സ്തോത്രം. ഇവൻ കേട്ടോണ്ടിരുന്നാൽ ഇങ്ങ് കയറി വരും. സ്തോത്രം. ഒരു അവസരം കൊടുത്താൽ മതി. സ്തോത്രം. ആമേ സിജി സിസ്റ്റർ ആമേ ബെന്നിച്ചാനെ നോക്കിക്കൊണ്ട് എന്തെങ്കിലും ഒന്ന് പറഞ്ഞ അന്നേരം കയറി വരുമെന്ന്. സ്തോത്രം. എന്നാ ഒരു 2 സ്തോത്രം പറഞ്ഞാല് ആര് വരുമെന്നറിയോ? സ്തുതികളിന്മേൽ അധിവസിക്കുന്ന കർത്താവ് ഇറങ്ങി വരും. സ്തോത്രം. ആമേ, എത്ര പേർ കേൾക്കുന്നുണ്ട്? ആമേ, ഒരു സ്തോത്രത്തിന് ഒരു മൂരിക്കാളയുടെ വിലയുണ്ടെന്ന് അപ്പച്ചന്മാര് പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഒരു സ്തോത്രത്തിന് ഞാൻ വലിച്ചു കീറി പ്രസംഗിച്ചിട്ട് ഒരു സ്തോത്രം പോലും പറയാതിരിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്. നിങ്ങൾ സ്തോത്രം പറഞ്ഞാലും കേൾക്കത്തില്ലല്ലോ. ആമേ, അറിയാതൊരു സ്തോത്രം കർത്താവിന് കൊടുക്കുക. ആമേൻ, ഒരു മൂരിക്കാളയുടെ വിലയുണ്ട്. സ്തോത്രം. എത്ര പേർ കേൾക്കുന്നുണ്ട്?
ആമേ ഹല്ലേലൂയ. തമിഴ്നാട്ടിൽ ഒരു ആമേ ഞാൻ പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. തമിഴ്നാട്ടിലൊരു ആമേ ചർച്ചയിൽ പ്രസംഗിക്കാൻ പോയപ്പോ അവിടുത്തെ പാസ്റ്റർ പറഞ്ഞു 100 സ്തോത്രം നമുക്ക് പോടാന്ന് പറഞ്ഞു. ആമേ തമിഴില്ല പറഞ്ഞത്, 100 സ്തോത്രം പോടാം. ആമേ അവര് പാവം പിടിച്ച ദൈവമക്കളാ, 100-400 പേര് ഇരിപ്പുണ്ട്. ഞാൻ സ്റ്റേജിൽ പ്രസംഗിക്കാൻ നിൽക്കുക. ആമേ അവര് 1 സ്തോത്രം, 2 സ്തോത്രം, 3 സ്തോത്രം. ഞാൻ പറഞ്ഞു എനിക്ക് വിരളയിൽ എണ്ണി എടുക്കാൻ പറ്റുന്നില്ല. ഞാൻ ഭയങ്കര മലയാളി കുരുട്ടുബുദ്ധിയുടെ അങ്ങേ അറ്റത്തെ ആളാ. ഞാൻ അവിടെ ഇരുന്നോണ്ട് പറഞ്ഞു 1 കോടി സ്തോത്രം അയ്യാന്ന് പറഞ്ഞു. ഒറ്റയടിക്ക് ഞാൻ അവര് പാവങ്ങള് 1 സ്തോത്രം, 2 സ്തോത്രം, 3 സ്തോത്രം, 100 സ്തോത്രം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ മലയാളി കുരുട്ടുബുദ്ധി നമ്മൾ വിളിച്ചു പറഞ്ഞു 1 കോടി സ്തോത്രം അയ്യ. ഒറ്റയടിക്ക് നമ്മൾ കൊടുക്കും. ആമേ സ്തോത്ര. ആമേ അത്രയ്ക്ക് വില്ലന്മാരാ. ആമേൻ സ്തോത്ര. പക്ഷെ ഒരു കാര്യം, ഇത് ആമേ ദൈവസന്നിധിയിൽ പോകത്തില്ല. ഇത് ദൈവസന്നിധിയിൽ പോകത്തില്ല. ഇത് ദൈവസന്നിധിയിൽ പറ്റത്തില്ല. സ്തോത്ര. ദൈവസന്നിധിയിൽ വേണ്ടത് കർത്താവുമായിട്ടുള്ള അഭേദ്യ ബന്ധമാ. ആമേ ഇല്ലാത്ത സ്തോത്രമെല്ലാം ഇവിടെ കൊണ്ട് അവസാനിക്കുമ്പോൾ സ്തോത്രം ആമേ ദൈവവുമായിട്ടുള്ള ഒരു അഭേദ്യ ബന്ധത്തിൽ. ഞാൻ 2019 ആമേ ജർമ്മനിയിൽ വരുമ്പോൾ ആമേ സ്തോത്രം ഇവിടെ വലിയ ആത്മീയ സംഭവം ഒന്നും ഇല്ല. സ്തോത്രം ഞാൻ ഈ വഴി കൂടെ നടന്നിട്ട് അത്യുച്ചത്തി ഹല്ലേലൂയ പറയും. സ്തോത്രം ആമേ ആരും ഇല്ലാത്ത സ്ഥലത്താ കേട്ടോ. ആമേ ഹല്ലേലൂയ ഉറക്കെ പറയും. സ്തോത്രം ഞാൻ എന്നിട്ട് പറയും എന്റെ വക ജർമ്മനിയിൽ നിന്നൊരു ഹല്ലേലൂയ കർത്താവിന് സ്വർഗത്തിൽ കേട്ടു ആ ശബ്ദം. സ്തോത്രം ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ പറയാം, നീ ഇരിക്കുന്ന ഇടത്തിരുന്നോണ്ട് ഒരു സ്തോത്രം പറഞ്ഞ ഒരു ഹല്ലേലൂയ പറഞ്ഞാൽ ഇവിടെ കേൾക്കുകയല്ല, സ്വർഗത്തിൽ കേൾക്കും, ദൂതന്മാര് കേൾക്കും. ആമേ സ്തോത്രം. ആമേ ബെന്നിച്ച ഇന്ന് ആമേ സ്തോത്രം വന്നില്ലെന്ന് അവിടെ പറഞ്ഞു. എന്നാ ഇന്നത്തെ ദിവസം ആ കൂടെ സ്തോത്രം പറഞ്ഞത് ഈ മീറ്റിങ്ങിനകത്ത് കയറിയ സ്തോത്രം. രാവിലെ എഴുന്നേറ്റ് ഇഡലിയും സാമ്പാറും കഴിച്ചു. ഉച്ചയ്ക്ക് ആമേ അമ്മാമ്മ തന്ന മമ്മി തന്ന ആമേ ആഹാരം കഴിച്ചു. സ്തോത്രം പറഞ്ഞില്ല. ഇതിനകത്തിരുന്ന് അവിടെ സ്തോത്രം കേട്ടില്ലെന്ന് എല്ലാരും കേൾക്കുന്നുണ്ടോ? ആമേ ബ്ലസം പാസ്റ്ററേ നിങ്ങളുടെ സ്തോത്രം അവിടെ കേട്ടില്ല. നിങ്ങൾ വൈകിട്ട് വന്നിരുന്ന് വലിയ തകർത്ത് പ്രസംഗിക്കുക. നിങ്ങളുടെ സ്തോത്രം അവിടെ കേട്ടില്ല. സ്തോത്രം സ്തോത്രം സ്തോത്രം. പാമ്പടിച്ച അഭിഷിക്ത ദൈവദാസന്മാര് കർണാടക ഉൾഗ്രാമത്തിൽ ഇരുന്നുകൊണ്ട് 96 പേര് വെളുപ്പാങ്കാലത്ത് 5 മണി തൊട്ട് ഇരുന്ന് 7 മണി വരെ സ്തോത്രം പറയുന്നു. ബ്ലസം പാസ്റ്ററേ നിങ്ങൾ എവിടെ പോയി? നീ വൈകിട്ടത്തെ മീറ്റിംഗിൽ ഇരുന്ന് സ്തോത്രം പറയുന്നു. നിന്നെ സ്വർഗത്തിന് അറിയത്തില്ല. ആമേൻ. എത്ര പേർ കേൾക്കുന്നുണ്ട്? ഇടയ്ക്കിടയ്ക്ക് വിളിച്ച ആമേ ഈ വിദേശ രാജ്യങ്ങളിലൊക്കെ ഉള്ളവര് നാട്ടിലോട്ട് മാതാപിതാക്കളെ വിളിക്കും. എന്തിനാണെന്നറിയാമോ? സ്തോത്രം അവരോക്കെ ആണോ നമ്മളും ഇവിടെ ഓക്കെ ആണോ? ഇത് മാത്രം അറിഞ്ഞാൽ മതി. അവരോക്കെ ആണോ നമ്മളും ഇവിടെ ഓക്കെ ആണോ? ഇത് സ്വർഗത്തിൽ വെയിറ്റ് ചെയ്തോണ്ടിരിക്കുക. ഇവൻ ഓക്കെ ആണോ എന്ന് അറിയാൻ. ആമേ എവിടെ കിട്ടാനാ? സ്തോത്രം സ്തോത്രം. എത്ര പേർ കേൾക്കുന്നുണ്ട്? ആമേ പണ്ടൊരു മേശിരി ഇത് നിർത്താനൊന്ന് പറഞ്ഞേക്കണേ, എപ്പോഴാണെന്ന് പറഞ്ഞു. ഇത് ഓൾറെഡി തീർന്നെന്ന് എനിക്കറിയാം. ആമേ സ്തോത്രം. ആമേ 2 മിനിറ്റ് കൂടെ പറയട്ടെ. സ്തോത്രം. മേശ്ശേരി 3-4 നിലയുള്ള കെട്ടിടത്തിന്റെ മോളിൽ ഇരുന്നുകൊണ്ട് പണി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നട്ടുച്ച വെയിലത്ത് വെള്ളം കുടിക്കാൻ ദാഹിച്ചു. ആമേ താഴെ കൂടി ഒരു മനുഷ്യൻ നടന്നു പോകുമ്പോൾ ഇടോ മനുഷ്യ ഒന്ന് നിൽക്കണേ, അല്പം വെള്ളം വേണമെന്ന് പറഞ്ഞു. ആ മനുഷ്യൻ കേൾക്കുന്ന ഭാവം കാണിക്കുന്നില്ല. ആൻ ഐഡിയ ക്യാൻ ചേഞ്ച് യുവർ ലൈഫ് എന്നല്ലയോ? ആമേ സ്തോത്രം. ആമേ അദ്ദേഹം പോക്കറ്റിൽ ഇരുന്ന ഒരു 2 രൂപ നാണയം എടുത്ത് താഴോട്ട് ഇട്ട് കൊടുത്തു. ആമേ ഇത് കണ്ടിട്ടെങ്കിലും മുകളിലോട്ട് നോക്കുമെന്ന് വിചാരിച്ചു. ഈ 2 രൂപ നാണയം എടുത്ത് പോക്കറ്റ് ഇട്ടിട്ട് ആ മനുഷ്യൻ നേരെ അങ്ങ് നടന്നുപോയി. മുകളിലോട്ട് നോക്കിയില്ല. സ്തോത്രം. ആമേ പിന്നെയും നോക്കിയിരുന്നു വെള്ളം കുടിക്കാൻ. ആമേ സ്തോത്രം. മേളിൽ ഇരുന്നോണ്ട് വിളിക്കുക, ദേ ഒരു മനുഷ്യനും കൂടെ വരുന്നു. ആമേ അതോടെ പറഞ്ഞു നിർത്താം. ആമേ ഒരു മനുഷ്യനോട് ഇങ്ങനെ നടന്നു വരിക. അവനെ നോക്കിയിട്ട് പറഞ്ഞു, എടോ മനുഷ്യ ഒന്ന് നിൽക്കണേ, അല്പം വെള്ളം വേണം. സ്തോത്ര. ആമേൻ. അവൻ നോക്കുന്ന കാര്യം അവൻ കേൾക്കുന്നുമില്ല, അവൻ നോക്കുന്നുമില്ല. അപ്പൊ അടുത്ത മേശരിക്ക് ആൻ ഐഡിയ ക്യാൻ ചേഞ്ച് യുവർ ലൈഫ്. ഒരു ചെറിയ കല്ലെടുത്ത് താഴോട്ട് ഇട്ട് കൊടുത്ത് കൃത്യം അവന്റെ ഉച്ചിയിലേക്ക് കൊണ്ടപ്പോ അവൻ മുകളിലോട്ട് നോക്കി. ഇന്ന് രാത്രി അനുഭവത്തിന്റെ വെളിച്ചത്തിൽ പറയാ, ആമേ കിട്ടുന്ന റിയാലും ആമേൻ സ്തോത്രം യൂറോയും സ്തോത്രം എല്ലാ വരുമാനവും ചേർത്ത് വെക്കുമ്പോ താഴോട്ട് നോക്കി നടക്കരുത്, മുകളിലോട്ട് നോക്കണം, കർത്താവിങ്കിലേക്ക് നോക്കണം. ഇല്ലെങ്കിൽ അറിയാതെ കല്ല് തലേ വീഴുമ്പോൾ മുകളിലോട്ട് നോക്കേണ്ടി വരും. എല്ലാരും കേൾക്കുന്നുണ്ടോ? സ്തോത്രം. ആമേ ഈ ബ്ലസം പാസ്റ്റർ വന്നിട്ട് പ്രാഗിച്ചു പോയെന്നൊന്നും പറയരുത്. സ്തോത്രം. ഞാൻ അനുഭവം പറയുക. സ്തോത്രം. ആമേ എത്ര പേർ കേൾക്കുന്നുണ്ട്? ആമേ യൂട്യൂബിൽ കൂടെ ആണെങ്കിൽ ഇനിയും ഈ മെസ്സേജ് കേൾക്കുന്നവർ കേട്ടോ, നീ മാനസാന്തരപ്പെടാതെ, നീ കർത്താവിങ്കിലേക്ക് മടങ്ങി വരാതെ ആമേ സ്തോത്രം നീ സ്വർഗത്തിൽ പോകത്തില്ല. സ്തോത്രം. കർത്താവിന്റെ കാഹളധ്വനി നീ കേൾക്കത്തില്ല. കർത്താവിന്റെ കാഹളധ്വനിയിലേക്ക് കേൾക്കണമെങ്കിൽ സ്തോത്രം മിസ്റ്റേക്ക് വരാത്ത ആരുമില്ല. ആരെങ്കിലും ഉണ്ടോ? ആമേ സ്തോത്രം. ആമേ വാക്യം വായിക്കുന്നു, പാപമില്ലാതെ ഇരുന്ന് നിങ്ങൾ പറയുന്നെങ്കിൽ ദൈവത്തെ അസത്യവാദിയാക്കുന്നു. ആമേ അടുത്ത വാക്യം, നമ്മുടെ പാപങ്ങളെ ഏറ്റു പറയുന്നുവെങ്കിൽ അവൻ നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാകുന്നു. തെറ്റിനെ മറച്ചു വെക്കുന്നവന് ബാക്കി പറ
ശുഭം വരത്തില്ലെന്ന്. സ്തോത്രം. ഞങ്ങൾ ദൂത് പറഞ്ഞേച്ചു പോയി, നിങ്ങൾക്ക് ശുഭം വന്നില്ല. എന്നോടും നിങ്ങൾ പറയാം, അഭിഷക്ത ദൈവദാസന്മാരെ എന്നെ നോക്കി പ്രവചിച്ചു പറഞ്ഞോ ശുഭം വരുന്നില്ല. കാര്യം എന്നാ? തെറ്റിരിക്കുക. ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കണം. ഏറ്റുപറയും പക്ഷെ ഉപേക്ഷിക്കത്തില്ല. ഏറ്റുപറയും പക്ഷെ ഉപേക്ഷിക്കത്തില്ല. സ്തോത്രം. അങ്ങനല്ല, ഏറ്റുപറഞ്ഞു ഉപേക്ഷിച്ചാൽ കരുണ ലഭിക്കും. കരുണ ലഭിക്കും. ഇന്ന് രാത്രി എത്ര പേർ കേൾക്കാൻ പറ്റുന്നുണ്ട്? ഇരുട്ടു മാറണം. അവനിൽ വെളിച്ചം ഉണ്ട്, അവനിൽ ഇരുട്ടില്ല. ഇന്ന് രാത്രി പ്രാർത്ഥിക്കാൻ പോവുക. എല്ലാവരും കണ്ണടച്ചൊന്ന് പ്രാർത്ഥിക്കണം. നിങ്ങളായിരിക്കുന്ന വീട്ടില്, നിങ്ങളായിരിക്കുന്ന നാട്ടില്, നിങ്ങളായിരിക്കുന്ന ശുശ്രൂഷ മേഖലകളില്, നിങ്ങൾ പോകുന്ന സ്ഥലങ്ങളില്, നിങ്ങൾ നോക്കുന്നിടത്ത്, നിങ്ങൾ കേൾക്കുന്നിടത്ത്, കാല് ചവിട്ടുന്നിടത്ത്, എഫെസോസിലേക്ക് പൗലോസ് കയറി ചെന്നപ്പോൾ അർത്തമീസ് ദേവിയുടെ വ്യാപാര ശക്തി അവന്റെ കാൽപാദത്തിന്റെ അടിയിൽ വന്നു. സ്തോത്രം. ദൈവരാജ്യം അവിടെ ഉയർത്തപ്പെട്ടു. 12 ശിഷ്യന്മാരെ മാറ്റി നിർത്തിയിട്ട് വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുന്നു ചോദിച്ചിട്ട്, സ്തോത്രം, അവരുടെ തലയിൽ കൈവച്ച്, പരിശുദ്ധാത്മാവ് ഉണ്ടോന്ന് പോലും ഞങ്ങൾക്ക് അറിയത്തില്ലെന്ന് പറഞ്ഞ അവരുടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചപ്പോൾ അവർ പരിശുദ്ധാത്മാവ് നിറഞ്ഞ് അഭിഷേകത്താൽ നിറഞ്ഞ് ആരാധിക്കാൻ തുടങ്ങി. സ്തോത്രം. ആരാധിക്കുന്നെങ്കിൽ ബ്രെഡേ ജാം വെക്കുന്ന പോലെയല്ല. ഇന്ന് ആരാധന ലീഡ് ചെയ്ത ആ ദൈവദാസിയെ എന്തോ ഒരു ആത്മാർത്ഥതയായിട്ടോ പാടി ആരാധിച്ചത്. സ്തോത്രം. ഞാൻ ഒത്തിരി സന്തോഷം തോന്നി. കാരണം അത്രയും ദൈവ സാന്നിധ്യത്തിൽ നമ്മൾ ദൈവത്തെ ആരാധിക്കണം. സ്തോത്രം. നമ്മളെയാണ് ലീഡ് ചെയ്യാൻ കയറ്റിയെങ്കിൽ നമ്മൾ അങ്ങനെ ആരാധിച്ചാൽ നമ്മൾ കേൾക്കാനിരിക്കുമല്ലായിരുന്നോ? സ്തോത്രം. ഇനിയത്തെ മീറ്റിംഗ് കേൾക്കാനിരിക്കരുത്, ആരാധിക്കാനിരിക്കണം. എല്ലാരും കേട്ടോ? ഒരാളിനെ വിളിച്ചു ലീഡ് ചെയ്യുന്നുണ്ട്, നന്നായി പാടുന്നുണ്ട്, കേൾക്കാൻ രസമുണ്ട്. ഇല്ല, ഞാനായിരിക്കണം സഭയിലെ ഒന്നാമത്തെ ആരാധനക്കാരൻ. ഞാനായിരിക്കണം എൻ്റെ വീട്ടിലെ ഒന്നാമത്തെ ആരാധനക്കാരൻ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഞങ്ങൾ ഈ ന്യൂ ജനറേഷൻ ചർച്ചൊക്കെ കണ്ടിട്ട് ഞങ്ങൾ പറയും കൈ വീശി ലേലൂയ ഇങ്ങനെ വീശിക്കൊണ്ടിരിക്കാനല്ല, നന്നായി കരവടിച്ച് ദൈവത്തെ ആരാധിക്കണം. സ്തോത്രം, സ്തോത്രം. തീയിറങ്ങുന്ന ആരാധന വീട്ടിനകത്ത് നടക്കണം. ദൈവമക്കളെ കേട്ടോ, നമ്മുടെ വീട്ടിനകത്ത് പാടി ആരാധിക്കണം, കൈയടിച്ച് ആത്മാവിൽ ആരാധിച്ച് ജയം ഏറ്റെടുക്കണം. കാരണം ആരാധനയ്ക്ക് യോഗ്യനായ കർത്താവ്, സ്തുതികൾക്ക് യോഗ്യനായ കർത്താവ്, ബഹുമാനത്തിന് യോഗ്യനായ കർത്താവ്, അവൻ നമുക്ക് വേണ്ടി ജീവിക്കുന്നു. പ്രാർത്ഥിക്കാൻ പോവാ. ഇരുട്ട് മാറുന്ന ഒരു അനുഭവം ജീവിതത്തിൽ വെളിപ്പെടാൻ ആഗ്രഹിക്കുന്നവർ ഒന്ന് സമർപ്പിച്ച് പ്രാർത്ഥിച്ചാട്ടെ. കർത്താവേ, ഇരുട്ടുകൊണ്ട് മൂടിയ ചില വാക്തത്വങ്ങൾ, ഇരുട്ടുകൊണ്ട് മൂടിയ ചില വഴികൾ, ഇരുട്ടുകൊണ്ട് മൂടിയ ചില ദൈവപ്രവർത്തികൾ, ഇരുട്ട് വന്ന് മൂടിയതുപോലെ ജീവിതത്തെ മൂടിയ ചില തലമുറകളുടെ വിഷയങ്ങൾ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് പേര് വിളിക്കാതെ ആലോചന വിളിച്ചു പറയുന്നു. സ്തോത്രം. നിന്റെ മേൽ ദൈവത്തിന്റെ തേജസ് ഇറങ്ങാൻ പോവാ, തേജസ് ഇറങ്ങാൻ പോവാ, തേജസ് ഇറങ്ങാൻ പോവാ. എത്ര പേർ ആഗ്രഹിക്കുന്നു ഗ്ലോറിയസ് പ്രസൻസ്, ദൈവത്തിന്റെ ഗ്ലോറി, തേജസ് എനിക്ക് വേണം. യേശുവിന്റെ നാമത്തിൽ അപ്പോസ്തലന്മാരുടെ വസ്ത്രത്തിൽ പോലും ആ തേജസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ആ വസ്ത്രത്തിന്റെ തൊടുമ്പോൾ അവർ വിടുവിക്കപ്പെടുന്നത്. നിഴലിൽ പോലും അഭിഷേകം ഉണ്ടായിരുന്നു. യേശുവിന്റെ വസ്ത്രത്തിന്റെ തൊങ്ങല് തൊട്ടപ്പോ 12 വർഷത്തെ ബന്ധനം അഴിഞ്ഞു. യേശുവിന്റെ അടുക്കലേക്ക് 18 വർഷം കുനിഞ്ഞു വന്ന സഹോദരി യേശുവിന്റെ അടുക്കലേക്ക് വന്നപ്പോ ഒറ്റ സെക്കൻഡ് കൊണ്ട് അവളുടെ 18 വർഷത്തെ കെട്ടഴിച്ചു. സ്തോത്രം. യേശുവിന്റെ അടുക്കലേക്കോ യേശു നമ്മുടെ അടുക്കലേക്കോ വന്നാൽ 38 വർഷം കുളം കലങ്ങുന്നത് നോക്കിയിരിക്കുന്ന സ്തോത്രം പക്ഷപാതക്കാരന് ഒറ്റ സെക്കൻഡ് കൊണ്ട് കട്ടിലെടുത്ത് തലയെ വെച്ചുകൊണ്ട് നടന്ന് അത്ഭുതത്തിന്റെ സാക്ഷിയാക്കുന്ന പ്രമാണമാണ് നമ്മുടെ പ്രമാണം. വിശ്വസിക്കുന്ന ദൈവജനം ഇന്ന് രാത്രി ഏറ്റെടുക്ക്. സ്തോത്രം. നമ്മൾ സേവിക്കുന്ന ദൈവം ചെറിയ ദൈവമല്ല, അത്ഭുതം പ്രവർത്തിക്കുന്ന ദൈവമാണ്. കണ്ണുനീരോടെ പ്രാർത്ഥിക്കുക. ദൈവമക്കളെ, എൻ്റെ വീട്ടിനകത്ത് ഇരുട്ട് വേണ്ട, എൻ്റെ തലമുറയെ ഇരുട്ട് തൊടാൻ പാടില്ല. ഈ ഗ്രൂപ്പ് എന്തിനാ ദൈവം കൊണ്ടുവന്നതെന്ന് അറിയാമോ? ഒരാളിലും ഇരുട്ടുണ്ടാകാൻ പാടില്ല. ഇരുട്ടുള്ളവനെ കണ്ടാൽ കർത്താവിന്റെ വെളിച്ചം കൊടുക്കാനാ കർത്താവ് നമ്മെ വിളിച്ചത്. ഇന്ന് രാത്രി ഏറ്റെടുക്ക്. യേശുവിന്റെ നാമത്തെ എന്നോട് ചേർന്ന് അഭിഷക്തന്മാർ പ്രാർത്ഥിച്ചു തുടങ്ങട്ടെ. യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തില് ഇന്ന് രാത്രി ഞങ്ങൾ കർത്താവിനെ അനുഭവിച്ചറിയുന്നത്, കണ്ടറിയാൻ, കേട്ടറിയാൻ, സ്തോത്രം, അങ്ങേ തൊട്ടറിയുന്ന അത്രയും ഇന്റിമസിയിലേക്ക് അടുത്തു വരാൻ ഞങ്ങളെ നീ അടുപ്പിക്കണമേ. ഞങ്ങളെ നീ അടുപ്പിക്കണമേ. ഒരു ധൂർത്തുപുത്രൻ അകന്നു മാറിപ്പോയതുപോലെ, അകന്നു മാറിപ്പോയ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ കർത്താവിലേക്ക് അടുപ്പിക്കണമേ.
അപ്പന്റെ വീടിനെ പറ്റിയുള്ള വലിയ ബോധ്യം, സുബോധം അവരുടെ ഉള്ളിൽ കൊടുത്ത് കർത്താവ് അനുഗ്രഹിക്കണമേ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ രാത്രി എല്ലാ ഇരുട്ടിന്റെ വ്യാപാര ശക്തികൾ വ്യക്തികളെ വിട്ടുപോകട്ടെ, കുടുംബങ്ങളെ വിട്ടുപോകട്ടെ. ആമേ വാക്തത്വത്തിനെ മൂടിയിരിക്കുന്ന എല്ലാ ഇരുട്ടുകൾ, മുന്നോട്ടുള്ള യാത്രകളെ മൂടിയിരിക്കുന്ന സകല ഇരുട്ടുകൾ ഇപ്പോൾ മാറട്ടെ യേശുവിന്റെ നാമത്തിൽ. വചനം ഹൃദയത്തിലേക്ക് സംഗ്രഹിക്കാൻ കഴിയാത്തതുപോലെ സ്തോത്ര ഹൃദയങ്ങളെ കുരുട്ടാക്കുന്ന എല്ലാ കുരുട്ടുകളും മാറട്ടെ. സ്തോത്ര അന്ധകാരം ഭൂമിയെ മൂടിക്കൊണ്ടിരിക്കുമ്പോൾ നിത്യപ്രകാശം ഞങ്ങളിലേക്ക് വന്നിരിക്കയാൽ ഞങ്ങൾ എഴുന്നേറ്റ് പ്രകാശിക്കട്ടെ. ഈ നിന്റെ മക്കളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. നിന്റെ അഭിഷക്ത ദൈവദാസന്മാരെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ കൂട്ടായ്മയെ, ഗോഡ് ഈസ് ലവ് എന്ന ഈ കൂട്ടായ്മയെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കും. അവർ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളെയും തേജസ് വാരി ചുറ്റട്ടെ യേശുവിന്റെ നാമത്തിൽ. ഗ്ലോറി. എല്ലാ കുടുംബങ്ങളിലും തേജസ് ഇറങ്ങട്ടെ, വെളിച്ചമിറങ്ങട്ടെ, വെളിച്ചമിറങ്ങട്ടെ. ഇരുട്ടിനിരിക്കാൻ കഴിയാത്തതുപോലെ യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ ഞാൻ അങ്ങനെ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഭവനങ്ങളിൽ നിന്ന് ഇരുട്ട് മാറട്ടെ യേശുവിന്റെ നാമത്തിൽ. യേശു ക്രിസ്തുവിന്റെ ശുശ്രൂഷയെ വരിഞ്ഞു കെട്ടിയതുപോലെ സ്തോത്ര ചില ഇരുട്ടിന്റെ വ്യാപാരങ്ങൾ കേട്ട് ഇപ്പോൾ ഈ സ്വർഗത്തിലും ഭൂമിക്ക് നസറേനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലും അവന്റെ രക്തത്തിന്റെ ശക്തിയാൽ അത് പൊട്ടട്ടെ, അതെന്നേക്കുമായി മാറിപ്പോകട്ടെ. അടഗജന വൈശ്യസേതല അധുരാജന യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ജയം കൽപ്പിക്കുകയാണ്. യേശുവിന്റെ വെളിച്ചം, കർത്താവിന്റെ നിത്യപ്രകാശം, ആ ദിവ്യ തേജസ് എല്ലാവരിലും നിറയട്ടെ. യോഹന്നാൻ പത്മോസിൽ കർത്താവിനെ അനുഭവിച്ചറിഞ്ഞതുപോലെ ഞങ്ങൾ അവനെ കണ്ടു, ഞങ്ങൾ അവന്റെ ശബ്ദം കേട്ടു, ഞങ്ങൾ അവനെ തൊട്ടറിഞ്ഞ ജീവന്റെ വചനം അത് യേശു ക്രിസ്തുവാണ്. ആ കർത്താവിനെ ഞങ്ങൾ ഉയർത്തി ഇന്ന് രാത്രി സകല മാനവും മഹത്വവും കർത്താവിന് തന്നെ അർപ്പിക്കുന്നു. ഈ കൂട്ടായ്മയിൽ കൂടിയ എല്ലാവരെയും അനുഗ്രഹിക്കണം. മഹത്വം അങ്ങേക്ക് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഒരിക്കൽ കൂടെ നിങ്ങളുടെ നടുവിൽ വന്ന് ശുശ്രൂഷിക്കാൻ കർത്താവ് അവസരം തന്നു. അവസരം ഒരുക്കിയ പ്രിയപ്പെട്ടവരോട് നന്ദിയും പറയുന്നു. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.